ഉസൂലുദ്ദീനും തഖ്ലീദും. ഉസൂലുദ്ദീനിൽ തഖ്ലീദ് ഇജ്തിഹാദിന്റെ ഇടം. ഇതാണ് കുറഞ്ഞ സമയം മർമ്മമായ ഭാഗം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ സംവിധാനിച്ചിട്ടുള്ളത് ദീനിന്റെ എല്ലാ നിയമങ്ങൾക്കും എല്ലാ ഭാഗങ്ങൾക്കും ഒരേ നിലവാരം നൽകിക്കൊണ്ടല്ല. ദീനുൽ ഇസ്ലാമിന്റെ അഹ്കാമുകൾ വിവിധ മുസ്തവകളിൽ വിവിധ നിലവാരത്തിലായിട്ടാണ് അല്ലാഹു ക്രമീകരിച്ചിട്ടുള്ളത്. ആ ഭാഗമൊന്നും കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നില്ല. ഈമാന്, ഇസ്ലാം, ഇഹ്സാൻ, ഇങ്ങനെ ദീനിന്റെ 3 ഭാഗങ്ങൾ നമുക്കറിയാം. ഇവിടെ നടന്ന പല വിഷയാവതരണങ്ങളിലും തന്നെ ആ ഭാഗം പരാമർശിക്കപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഈമാനിനെയും ഇസ്ലാമിനെയും ഇഹ്സാനെ കുറിച്ചൊക്കെ ചോദിക്കപ്പെട്ട പ്രസിദ്ധമായ മല്ലീമാനു മല്ലിസ്ലാം മല്ലിഹ്സാൻ എന്നൊക്കെ ചോദിക്കപ്പെട്ട പ്രസിദ്ധമായ ഹദീസിൽ എന്ന് സ്വഹീഹ് ബുഖാരിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത റിവായത്ത് ചെയ്ത ഹദീസിലുണ്ടല്ലോ, യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീന് നിങ്ങളെ പഠിപ്പിക്കാൻ എന്നോടുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിലൂടെ നിങ്ങളുടെ ദീന് നിങ്ങളെ പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതാണ്. അവിടെ ദീന് എന്ന് പറഞ്ഞത് ഈമാനും ഇസ്ലാമും ഇഹ്സാനും 3 ഇനങ്ങളെ കുറിച്ചാണ്, 3 ഉൾക്കൊള്ളുന്നതാണ്. പ്രസ്തുത ഹദീസ് അവലംബിച്ചുകൊണ്ട് ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു തബഖാത്തിലൊക്കെ എഴുതി വെച്ചത് കാണാം. ഖസ്സമ ശാരിഉ സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി അദ്ദീന ഇലാ 3 അഖ്സാം, അൽ ഈമാൻ വൽ ഇസ്ലാം വൽ ഇഹ്സാൻ. ഇങ്ങനെ 3 ഭാഗത്തേക്ക് ദീനിനെ അല്ലാഹു ശാരിഅ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെ തഖ്സീം ചെയ്തു. ആലിമീങ്ങൾ ഇമാമുകൾ അതിന് ഇസ്തിലാഹ് വെച്ചു. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ എന്നതിന് ഇൽമു തൗഹീദ് വസിഫാത്ത്, ഇൽമുൽ ഫിഖ്ഹ്, ഇൽമു തസവ്വുഫ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദീനിയാത്ത്, അമലിയാത്ത്, അഖ്ലാഖ്. അപ്പോൾ നമ്മുടെ ദീന് ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. വബിഇബാറത്തിൻ ഉഖ്റ ഇൽമു തൗഹീദ് വസിഫാത്ത്, ഇൽമുൽ ഫിഖ്ഹ്, ഇൽമു തസവ്വുഫ്. വബിഇബാറത്തിൻ ഉഖ്റ മറ്റൊരു ഭാഷയിൽ പറയുമ്പോൾ ദീനിയാത്ത്, അമലിയാത്ത്, അഖ്ലാഖ്. ഇപ്പൊ വിശ്വാസപരമായ അടിസ്ഥാനമായ കാര്യങ്ങൾക്ക് ഈമാൻ എന്നും ഇൽമു തൗഹീദ് വസിഫാത്ത് എന്നും ദീനിയാത്ത് എന്നും പേരുകൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. കർമ്മപരമായ കാര്യങ്ങൾക്ക് ഇസ്ലാം, ഇൽമുൽ ഫിഖ്ഹ്, അമലിയാത്ത് എന്നിങ്ങനെ അതിനെക്കുറിച്ച് തന്നെ വ്യത്യസ്ത പ്രയോഗങ്ങൾ നമ്മുടെ കിതാബുകളിൽ ഉണ്ട്. ഇഹ്സാൻ, ഇൽമു തസവ്വുഫ്, അഖ്ലാഖ് എന്നെല്ലാം പറയുന്ന സംഗതി ഒരേ വിഷയത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത പ്രയോഗങ്ങളാണ്. ഇഹ്സാൻ എന്ന് പറയും, ഇൽമു തസവ്വുഫ് എന്ന് പറയും, അഖ്ലാഖ് എന്നും പറയുന്നത് തന്നെയാണ്. ഇരിക്കട്ടെ, ഇത് മറ്റൊരു രീതിയിൽ ഇസ്ലാമിനെ ഇതേ വർഗീകരണം വേറെ രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിൽ ഖത്ഇയാത്തും ദന്നിയാത്തും ഉണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഖത്ഇയാത്തും ദന്നിയാത്തും എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരാവൂലല്ലേ? കിതാബുകള് പല രൂപത്തിലുള്ളവരുണ്ടാവും. തുടക്കക്കാരായ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും അതിൽ, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി ഉൾക്കൊള്ളണമെങ്കിൽ ഇപ്പൊ കുറെ മലയാളം പറയേണ്ടി വരും അല്ലേ? അങ്ങനെ വിഷയമുണ്ട്. ഏതായാലും ഇതുവരെ പറഞ്ഞതൊക്കെ തൽക്കാലം എല്ലാവർക്കും അങ്ങനെ പോകുന്നുണ്ടല്ലോ അല്ലേ? ഒരു ഷറല്ലാക്കായതൊക്കെ ഓതിയവരെ കണ്ടിട്ടാണ് ഞാൻ സംസാരിച്ച് തുടങ്ങിയത്. തൽക്കാലം നമുക്കൊരു സ്റ്റെപ്പ് താഴോട്ടിറങ്ങുന്ന വിഷയമല്ല. മതി. അപ്പോ ഖത്ഇയാത്ത്, ദന്നിയാത്ത് എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായും വ്യക്തമായും
വിവിധ വ്യാഖ്യാനങ്ങൾക്ക് ഇടമില്ലാത്ത വിധം അള്ളാഹു കൃത്യമായി നിശ്ചയിച്ചു തന്ന അത്തരം നിയമവശങ്ങൾ ഇസ്ലാമിൽ ഉണ്ട്. നമ്മുടെ ഭാഷയിൽ അതിന് ഖത്ഇയ്യാത്ത് എന്ന് പറയും. പല വ്യാഖ്യാനങ്ങൾക്കും ചാൻസ്, അവസരവും അനുവാദവും അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ ആദ്യം ഞാനൊരു തഖ്സീം ഉണർത്തി. മറ്റൊരു രീതി അപ്പൊ പറഞ്ഞത് ഖത്ഇയ്യാത്തും ദന്നിയ്യാത്തും, യഖീനിയ്യാത്തും ദന്നിയ്യാത്തും എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഖത്ഇയ്യാത്ത്, യഖീനിയ്യാത്ത് എന്നൊക്കെ പറയുമ്പോ അവിടെ കൃത്യമായ, ഖണ്ഡിതമായ, വ്യക്തമായ രീതി, വിധി, തീരുമാനം അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രമാണങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. അവിടെ ഇസ്ലാമിന്റെ പേരിൽ പല വ്യാഖ്യാനങ്ങൾക്ക് അവസരമോ അനുവാദമോ ഇല്ല. അതേസമയം ഖണ്ഡിതമായി, കൃത്യമായി, വ്യക്തമായി ഒരേ വിധി, ഒരു കൃത്യവിധി അറിയിച്ചു തരാതെ പല വ്യാഖ്യാനങ്ങൾക്ക് അവസരവും അനുവാദവും അള്ളാഹു നൽകിയ വിഷയങ്ങൾ ഉണ്ട്. അതാണ് നമ്മൾ ദന്നിയ്യാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ മൗലികപരമായ വിശ്വാസ കാര്യങ്ങൾ, ഉസൂലുദ്ദീൻ എന്ന് നമ്മൾ പറയുന്ന ഇനം, ഖത്ഇയ്യാത്ത്, യഖീനിയ്യാത്ത് ആ വകുപ്പിൽപ്പെട്ടതാണ്. നമ്മുടെ മദ്ഹബുകൾ, ഫിഖ്ഹിയായ ചർച്ചകൾ അധികവും, അല്ലെങ്കിൽ സാങ്കേതിക അർത്ഥത്തിലുള്ള ഫിഖ്ഹ് പൂർണ്ണമായും ദന്നിയ്യാത്ത് വകുപ്പിൽപ്പെട്ടതാണ്. ഞാനൊരു ആമുഖം പറയുന്നു മാത്രം, അതൊക്കെ വിശദീകരിക്കേണ്ട സംഗതികളാണ്. ആ പോയിന്റിൽ ഞാൻ വിശദീകരണം നടത്തുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്, ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു സംവിധാനിച്ചത് എല്ലാ നിയമവശങ്ങൾക്കും ഒരേ നിലവാരം നൽകിക്കൊണ്ട് അല്ല, വ്യത്യസ്ത നിലവാരത്തിലാണ് ദീനിനെ അള്ളാഹു തന്നെ തർത്തീബ് ചെയ്തിട്ടുള്ളത്. ഈമാൻ, ഇസ്ലാമി, ഇഹ്സാൻ ഒരു ഭാഗം ഞാൻ ഉണർത്തി. അതുപോലെ ഖത്ഇയ്യാത്ത്, ദന്നിയ്യാത്ത്, കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ തീരുമാനങ്ങൾ, വിധികൾ അള്ളാഹു നിശ്ചയിക്കുകയും അറിയിക്കുകയും ചെയ്ത വസ്തുതാപരമായ കാര്യങ്ങളുണ്ട്. പല വ്യാഖ്യാനത്തിന് അവസരം ഇല്ലാത്ത, അവിടെ ഒന്നേ ശരിയുള്ളൂ. അതേസമയം പല വ്യാഖ്യാനത്തിന് അവസരവും അനുവാദവും അള്ളാഹു തന്നെ നൽകിയതും, അതിൽ ഏത് വ്യാഖ്യാനം അനുസരിച്ചും പ്രവർത്തിച്ചാലും പ്രതിഫലാർഹവും ശിക്ഷാർഹമല്ലാത്തതുമായ ഭാഗങ്ങളും അങ്ങനെയും. വേണമെങ്കിൽ ദീനുൽ ഇസ്ലാമിന്റെ ഈ ഒരു രീതിയെ നമുക്ക് അൽ വഹ്ദത്തു ഫി തനവ്വു, നാനാത്വത്തിൽ ഏകത്വം എന്ന് വിളിക്കാം. അൽ വഹ്ദത്തു ഫി തനവ്വു, മൗലിക വിശ്വാസപരമായ അടിസ്ഥാന വിശ്വാസങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ കൃത്യമായ ഒരേ വിധി സ്വീകരിച്ചവരാവണം. അപ്പോഴേ മുസ്ലിം ആകൂ, എങ്കിലേ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടൂ എന്ന ഒരു വഹ്ദത്തിന്റെ, മുസ്ലിങ്ങളും പൂർണ്ണമായും എല്ലാവരും ഒരേ അർത്ഥത്തിൽ രീതിയിൽ സ്വീകരിക്കേണ്ട മൗലികമായ വിശ്വാസകാര്യങ്ങൾ, ഉസൂലുൽ മുഅ്തഖദാത്ത് എന്ന് നമ്മുടെ കിതാബിയായ ഭാഷയിൽ നമുക്ക് പറയാം. മൗലിക വിശ്വാസങ്ങൾ, അതിൽ എല്ലാ മുസ്ലിങ്ങളും ഒരേ വിശ്വാസക്കാരാണോ, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പൂർണ്ണമായി ഒരേ നിലപാട്, അവിടെ കൃത്യമായ തീരുമാനമുണ്ട്, അത് അംഗീകരിക്കണം. അത് അംഗീകരിച്ച മുസ്ലിങ്ങൾക്ക് കർമ്മപരമായ കാര്യങ്ങളിൽ വിവിധ വ്യാഖ്യാനങ്ങളും വിവിധ ചാൻസുകളും അവസരങ്ങളും ഉണ്ട്. അതാണ് മദ്ഹബുകളുടെ ഖിലാഫ്. അപ്പൊ ഇങ്ങനെ കർമ്മപരമായ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടിസ്ഥാന വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരേ വിശ്വാസം ഉള്ളവരാവണം മുസ്ലിങ്ങൾ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹു ദീനിനെ നിശ്ചയിച്ചത് ധാരാളം ഹിക്മത്തുകൾ ഉണ്ട്. സൃഷ്ടികളോടുള്ള റഹ്മത്ത് അതിന്റെ ഭാഗമാണ്. അടിസ്ഥാന വിശ്വാസപരമായ കാര്യങ്ങളിൽ കൃത്യവും വ്യക്തമായ ഒരു ഹുക്മ്, ഒരു തീരുമാനം ഉള്ളതുപോലെ തന്നെ അമലിയാത്തുകളിൽ, കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ ഒരേ വിധി കൃത്യമായി നിർണയിച്ചു തരികയും എല്ലാവരും അത് സ്വീകരിക്കണം എങ്കിലേ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടൂ എന്ന ഒരു തീരുമാനം അള്ളാഹു നിശ്ചയിച്ചാൽ അത് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പ്രയാസകരമായി മാറും.
വിവിധ സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീഅത്താണെങ്കിൽ ലോകാവസാനം വരെയുള്ള ശരീഅത്താണല്ലോ. അപ്പോൾ അത് വിവിധ കാലക്കാരും വിവിധ സ്വഭാവക്കാരും വിവിധ രാജ്യക്കാരുമായ ആളുകൾക്ക് അള്ളാഹു റഹ്മത്തിന്റെ ഭാഗമായി, സൃഷ്ടികളോടുള്ള റഹ്മത്തിന്റെ ഭാഗമായി അടിസ്ഥാന വിശ്വാസങ്ങൾ ഒരു കൃത്യത വെച്ച അള്ളാഹു അമേരിക്കത്തിൽ വിവിധ ചാൻസുകള്, അവസരങ്ങൾ നൽകി. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ആലി ഇംറാനിന്റെ ഒരു വചനം 105-ാം വചനമാണെന്നാണ് എന്റെ ഓർമ്മ. വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അദീം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ആലി ഇംറാൻ 105-ാം വചനം. അവിടെ ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات. അൽബയ്യിനാത്തുള്ള വിഷയങ്ങളിൽ, ഖണ്ഡിതമായ പ്രമാണങ്ങളുള്ള വിഷയങ്ങളിൽ, അൽ അദില്ലത്തുൽ ഖത്ഇയ്യ, അത്തരം പ്രമാണങ്ങളുള്ള വിഷയത്തിൽ മുസ്ലിംകൾക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ പറ്റില്ല. വഉലൈക ലഹും അദാബുൻ അദീം. ഖണ്ഡിതമായ പ്രമാണങ്ങൾ ഉള്ള വിഷയത്തിൽ ഇസ്ലാമിന്റെ പേരിൽ പല വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നത് ശിക്ഷാർഹമാണ്, തെറ്റാണ് എന്ന് പ്രസ്തുത വചനത്തിൽ അല്ലാഹു അറിയിച്ചു. ആ ആയത്ത് തന്നെ നമ്മെ അറിയിക്കുന്ന ഒരു സംഗതി, ഒരു വസ്തുത, അൽ ബയ്യിനാത്ത്, ഖത്ഇയായ പ്രമാണങ്ങൾ ഇല്ലാത്ത വിഷയങ്ങളിൽ പല വ്യാഖ്യാനങ്ങൾക്ക് അവസരമുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ അത് അനുവാദം ഉണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രസ്തുത ആയത്ത് അവലംബിച്ചുകൊണ്ട് തന്നെ കിതാബു റിസാലയിൽ ഈ വിഷയം വളരെ വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒന്നുകൂടി പറഞ്ഞാൽ ഇസ്ലാമിലുള്ള വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന രീതി, അതിനെ ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഒരു ചെറിയ ഭാഗം ഇബാറത്ത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വൽഇഖ്തിലാഫു ഫിദ്ദീനി സലാസ അഖ്സാം. ദീനിയായ വിഷയങ്ങളിൽ ഖിലാഫുകൾ, വീക്ഷണ വ്യത്യാസങ്ങൾ 3 ഇനം ഉണ്ട്. അഹദുഹാ ഫീ ഇസ്ബാത്തി സ്വാനിഇ വവഹ്ദാനിയതിഹി വഇൻകാറു ദാലിക കുഫ്ർ. എന്നാണ് ഈമാൻ കുഫ്ർ എന്ന് പറയുന്ന ഒരു മർമ്മമായ ഭാഗം. ഒരാൾ മുസ്ലിം ആണോ അല്ലേ, മുഅ്മിൻ ആണോ അല്ലേ എന്ന് വേർതിരിക്കുന്ന ഒരിടം. ആ വേർതിരിവിന് അവലംബമായ ഭാഗം അതാണ് ഈമാൻ, മറുവശം കുഫ്ർ. ഇസ്ലാമിലെ ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ഗൗരവമുള്ള ഭാഗം ഈമാന് കുഫ്ർ. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചത്, അഹദുഹാ ഖിലാഫിന്റെ ഒരു സ്വഭാവം ഫീ ഇസ്ബാത്തി സ്വാനിഇ വവഹ്ദാനിയതിഹി വഇൻകാറു ദാലിക കുഫ്ർ. والثاني في صفاته ومشيئته وإنكارها بدعة. والثالث في أحكام الفروع المحتملة بدعة. ഈമാൻ കുഫർ എന്ന് പറയുന്ന ഒരിടം, സുന്നത്ത് ബിദ്അത്ത് എന്ന് പറയുന്ന ഒരു രണ്ടാം സെഷൻ, ഷാഫിഈ ഹനഫി, ഉദാഹരണമായി ഷാഫിഈ ഹനഫി എന്നിങ്ങനെ വേർതിരിവുള്ള ഒരു മൂന്നാം ഇടം. ഈ മൂന്നാമത്തെ സ്വഭാവം ഫഹാദാ ജഅലഹു അല്ലാഹു തആല റഹ്മത്തൻ വകറാമത്തൻ ലിൽ ഉലമാ വഹുവൽ മുറാദു ബിഹദീസി ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ. ഇമാം നവവി റഹ്മഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ ബാബു തർക്കിൽ വസിയ്യ എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ച ഒരു ചെറിയ ഇബാറത്താണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അപ്പോ ഈമാൻ കുഫ്ർ എന്ന് പറയുന്ന ഒന്ന് ഈമാനാണെങ്കിൽ മറുവശം കുഫറാണ്. ഒരാൾ മുഅ്മിനാണെങ്കിൽ മറുവശത്തുള്ള ആൾ കാഫിറാണ്. ഒരാൾ ആഖിറത്തിലെത്തുമ്പോൾ ഖാലിദുൻ ഫിൽ ജന്നയാണെങ്കിൽ മറുവശത്തുള്ള ആൾ ഖാലിദുൻ ഫിൻ നാർ. ഇങ്ങനെ പറയുന്ന ഏറ്റവും ഗൗരവമുള്ള ഭാഗമാണ് ഈമാൻ. രണ്ടാമത് ഒരുള്ള സെഷനാണ് സുന്നത്ത് ബിദ്അത്ത്. സുന്നത്ത് ബിദ്അത്ത് എന്ന് പറയുമ്പോൾ ബിദ്അത്ത് തന്നെ കുഫ്ർ ആയി പോകുന്ന ബിദ്അത്തുണ്ട്, കുഫറിലേക്ക് എത്തുന്ന കുഫറായ ബിദ്അത്ത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ക്രമീകരണത്തിൽ ഈമാൻ കുഫർ എന്ന് പറയുന്ന ആ കുഫറിൽ തന്നെ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ക്രമത്തിൽ രണ്ടാമതായി വരുന്ന സുന്നത്ത് ബിദ്അത്ത് എന്ന് പറയുന്ന ആ ബിദ്അത്ത് കുഫറിലേക്ക് എത്താത്ത ബിദ്അത്താണ് എന്നുണർത്തുന്നു. അവിടെയും സുന്നത്ത് ബിദ്അത്ത്
സുന്നി മുബ്തദി എന്ന് പറയുമ്പോൾ ആ സുന്നത്ത് ബിദ്അത്തിന്റെ ആ ഇടത്തിൽ ആ രണ്ടാം നമ്പറിൽ രണ്ട് വീക്ഷണം വന്നാൽ സുന്ന എന്ന് പറയുന്ന വീക്ഷണം ദീനിൽ അംഗീകൃതമാണ്, അത് പ്രതിഫലാർഹമാണ്, അത് ശിക്ഷാർഹം അല്ല. സുന്നയുടെ മറുവശത്തുള്ള ബിദ്അത്ത് മുബ്തദി അത് പ്രതിഫലാർഹമല്ല, ശിക്ഷാർഹമാണ്, നരക ശിക്ഷയ്ക്ക് കാരണമാണ്. മൂന്നാമതുള്ള ഷാഫിഈ, ഹനഫി, മാലിക്കി, ഹംബലി എന്നൊക്കെ പറയുന്ന ആ ഇടം, അവിടെ രണ്ട് വീക്ഷണം വരുമ്പോൾ രണ്ടും ഇസ്ലാമിന്റെ ഉള്ളിലുള്ളതാണ്, രണ്ടും പ്രതിഫലാർഹമാണ്, ഒന്നും ശിക്ഷാർഹം അല്ല. അപ്പൊ അതിന്റെ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒന്നാമത്തെ നമ്പറിൽ ഈമാൻ കുഫറിൽ ഒന്ന് മുസ്ലിമാണ്, ഒന്ന് മുസ്ലിം അല്ല. ഒന്ന് ഖുലൂദുൻ ഫിൽ ജന്നയാണ്, മറ്റേത് ഖുലൂദുൻ ഫിന്നാർ. രണ്ടാമത്തെ സുന്നാ ബിദ്അ എന്ന് പറയുന്ന ഭാഗത്ത് ഒന്ന് പ്രതിഫലാർഹമാണ്, ഒന്ന് ശിക്ഷാർഹമാണ്. ഒന്ന് സ്വർഗത്തിലേക്കുള്ളതാണ്, മറ്റേത് നരകത്തിലേക്കുള്ളത്. മൂന്നാമത്തെ ഷാഫിഈ, ഹനഫി എന്നൊക്കെ പറയുന്ന ഇടം എല്ലാം ഇസ്ലാമിന്റെ ഉള്ളിൽ വിധേയമായതാണ്, അള്ളാഹു അനുവദിച്ച വ്യാഖ്യാനങ്ങളാൽ വന്നതാണ്, എല്ലാം പ്രതിഫലാർഹമാണ്, ഒന്നും ശിക്ഷാർഹം. ഇപ്പൊ ഞാൻ ഈ ഇസ്ലാമിന്റെ വിധിവിലക്കിൽ നിന്നുള്ളൊരു വിവിധ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഉസൂലുദ്ദീനിലുള്ള വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള ഇജ്തിഹാദും തഖ്ലീദും, ഇതാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫിഖ്ഹ് കർമ്മപരമായ മേഖലയിൽ കർമ്മ വിഷയത്തിൽ ഉള്ള ഇജ്തിഹാദ് തഖ്ലീദിന്റെ അർത്ഥം ഒന്ന് വേറെയാണ്, വിശ്വാസപരമായ കാര്യങ്ങളിൽ പറഞ്ഞ ഇജ്തിഹാദ് തഖ്ലീദിന്റെ അർത്ഥം ഒന്ന് വേറെയാണ്. അപ്പൊ എന്താണ് ഇജ്തിഹാദ് തഖ്ലീദിന്റെ വിവക്ഷ എന്നത് മനസ്സിലാക്കൽ ഈ ചർച്ചയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, സാധാരണ അമലിയാത്തിൽ, ഇസ്ലാം അമലിയാത്ത് കർമ്മപരമായ കാര്യങ്ങളിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ജമുൽ ജവാമി നിർവചിച്ചല്ലോ, ഇസ്തിഫ്റാഉൽ ഫഖീഹി അൽ ഉസ്അ ലിതഹ്സീലി ദന്നിൻ ബിഹുക്മിൻ ശർഇയ്യ. ഖണ്ഡിതമായും കൃത്യമായും വ്യക്തമായും അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അറിയിച്ചു തന്നിട്ടില്ലാത്ത പല വ്യാഖ്യാനങ്ങൾക്ക് അവസരവും അനുവാദവും നൽകിയിട്ടുള്ള വിഷയങ്ങളിൽ അവിടെ ശറഇന്റെ വിധി എന്താണ് എന്ന വിധി കണ്ടെത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് ഇജ്തിഹാദ് എന്ന് നമുക്ക് പറയാം. ഇസ്തിഫ്റാഉൽ ഫഖീഹി അൽ ഉസ്അ ലിതഹ്സീലി ദന്നിൻ ബിഹുക്മിൻ ശർഇയ്യ. ശർഇയ്യായ ഹുക്മ് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇജ്തിഹാദ്, ഫിഖ്ഹിലെ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ. ഫിഖ്ഹിലെ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ ഫഹുവ അഖ്ദുൽ ഖൗലി മിൻ ഗൈരി മഅരിഫത്തി ദലീലിഹി എന്നും ജമുൽ ജവാമി അടക്കമുള്ള കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കൽ എൻ്റെ ഉദ്ദേശമല്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഫിഖ്ഹിലെ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഹുക്മ് കണ്ടെത്തലാണ്. അവിടെ ഇജ്തിഹാദിലൂടെയാണ് ആ ഹുക്മ് ലഭ്യമാകുന്നത്, ഇജ്തിഹാദിന് ശേഷമാണ് ആ ഹുക്മ് ലഭ്യമാകുന്നത്. ഹുക്മ് നേരത്തെ ശർഇൽ ഉള്ളത് എന്ന് പറയുമ്പോൾ ഗണ്ഡിതമായി ഉള്ളതല്ല, വിവിധ വ്യാഖ്യാനങ്ങൾക്ക് അവസരം നൽകി അങ്ങനെയും ഇങ്ങനെയും വ്യാഖ്യാനിക്കാനുള്ള ചാൻസ് ഹിക്മത്തൻ വ റഹ്മത്തൻ അല്ലാഹു തആല വെച്ച് തന്നതാണ്. അവിടെ ഇജ്തിഹാദ് ചെയ്തിട്ടാണ് ഏത് ലഭിക്കുന്നത്? ഹുക്മ് ലഭിക്കുന്നത്. അതേസമയം ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് തഖ്ലീദ് എന്ന് പറയുന്ന സംഗതി ഇതല്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, അവിടെ വിശ്വാസപരമായ കാര്യങ്ങൾ ഹുക്മ് എന്ന് നമുക്ക് പറയാം, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭ്യമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സബീലുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന പാരമ്പര്യ രീതിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട കൃത്യമായ ഒന്നാമത്തെ ഈമാൻ കുഫറിന്റെ വകുപ്പിലേക്ക് എത്തുമ്പോൾ ബില്ലറൂറ എന്ന് പറയുന്ന ആ രൂപത്തിലൂടെ അറിയപ്പെട്ട് നമ്മളിലേക്ക് ലഭ്യമായ വിഷയത്തിന് ബുദ്ധിപരമായി അത് മനസ്സിലാക്കുകയും ബുദ്ധിപരമായി അതിന് തെളിവ് കണ്ടെത്തുകയും ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അപ്പൊ ഉസൂലുദ്ദീനിൽ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്
ബില്ലറൂറയിലൂടെ അറിയപ്പെട്ട ഈമാൻ കുഫറിന്റെ സെഷൻ. രണ്ടാം സെഷനിൽ മഅനാലിഹി വൽ അസ്ഹാബി സബീലുൽ മുഅ്മിനി എന്ന റൂട്ടിലൂടെ പാരമ്പര്യത്തിലൂടെ അറിയപ്പെട്ട ആ വിശ്വാസപരമായ കാര്യം കൃത്യമായി ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. പക്ഷെ അതിന് ബുദ്ധിപരമായ തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. ഇതാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ തഖ്ലീദ് എന്ന് പറയുന്നത്. മുത്താലിങ്ങളോട് ഞാൻ വളരെ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇജ്തിഹാദ് തഖ്ലീദ് എന്ന് പറയുന്നതിന് നമുക്ക് സാധാരണ സുപരിചിതമായ ഒരർത്ഥമുണ്ട്. സാധാരണ നമ്മൾ ഇജ്തിഹാദ് തഖ്ലീദ് എന്ന ചർച്ചകളിൽ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള, നമ്മുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള ആ സുപരിചിതമായ അർത്ഥത്തിലല്ല ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് തഖ്ലീദ് എന്നത് വിവക്ഷിക്കപ്പെടുന്നത്. ഫിഖ്ഹിൽ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥപ്രകാരമുള്ള ഇജ്തിഹാദ് തഖ്ലീദ് അതേ രൂപത്തിൽ ഉസൂലുദ്ദീനിൽ ബാധകമാണ് എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഭീമമായ അബദ്ധമാണ്, മർമ്മമായ. ഇപ്പൊ ഈ ക്ലാസ് വിഷയാവതരണം വേഗം അവസാനിക്കട്ടോ ഈ മർമ്മം മനസ്സിലാക്കി കഴിഞ്ഞാൽ. ആദ്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഇജ്തിഹാദ് തഖ്ലീദ് ഫിഖ്ഹിലുള്ള ഇജ്തിഹാദ് തഖ്ലീദ് ഒന്ന് വേറെയാണ്, വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇജ്തിഹാദ് തഖ്ലീദ് ഒന്ന് വേറെയാണ്. ആ മർമ്മ പോയിന്റ് ഞാൻ ആവർത്തിക്കുന്നു. ഫിഖ്ഹിൽ ഇജ്തിഹാദ് നടത്തുന്നത് ഹുക്മ് കണ്ടെത്താൻ വേണ്ടിയാണ്. ഇജ്തിഹാദിലൂടെയാണ് ആ ഹുക്മ് കണ്ടെത്തുന്നത്. ഇമാമുൽ ഇജ്തിഹാദിലൂടെ കണ്ടെത്തുന്നതാണ് വായുമണ്ഡലത്തിൽ നിന്ന് കണ്ടെത്തല്ല, ഖുർആൻ സുന്നത്തിൽ നിന്ന് കണ്ടെത്തുകയാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഗവേഷണം ചെയ്ത് അതിലൂടെ ആ ഹുക്മ് കണ്ടെത്തുന്നു. അപ്പൊ അവിടെ ഇജ്തിഹാദിന് ശേഷമാണ് ആ ഹുക്മ് ലഭ്യമാകുന്നത്. ഇജ്തിഹാദിലൂടെയാണ് ഹുക്മ് കണ്ടെത്തുന്നത്. ഇപ്പൊ സ്ത്രീ സ്പർശനത്തിലൂടെ വുളൂ മുറിയുമോ ഇല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ വിഷയം ഖുർആൻ സുന്നത്തിൽ ഗവേഷണം നടത്തി പ്രാമാണികമായി പ്രമാണങ്ങളിൽ നിന്ന് നിർദ്ധാരണം ചെയ്തിട്ട് സ്ത്രീ സ്പർശനം നാഖിദുൽ വുളൂ ആണ്, അത് മുഖേന വുളൂ അസാധുവാകും എന്ന് കണ്ടെത്തി. ഇജ്തിഹാദിലൂടെയാണ് ആ ഹുക്മ കണ്ടെത്തിയത്. അവിടെ നമ്മൾ തഖ്ലീദ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ കർമ്മങ്ങളിൽ ആ സ്ത്രീ സ്പർശനത്തിലൂടെ വുളൂ അസാധുവാകും, വുളൂ മുറിയും എന്ന നിയമം നമ്മൾ അംഗീകരിച്ച് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഏത് പ്രമാണങ്ങളിൽ നിന്നാണ് അത് വ്യക്തമായി മനസ്സിലാകുന്നത് എന്ന പ്രമാണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതേസമയം ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് ചെയ്യാന്നാണ് ഇതിനർത്ഥം. നമ്മൾ ഇങ്ങനെ ഗവേഷണം ചെയ്തിട്ട് സ്വർഗമുണ്ടോ ഇല്ലേ, പരലോകത്ത് ഹിസാബ് ഉണ്ടോ ഇല്ലേ നമ്മൾ ഗവേഷണം ചെയ്ത് ബുദ്ധിയിലൂടെ കണ്ടെത്തുക എന്നല്ല. ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് തഖ്ലീദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മുസ്ലിം വിശ്വസിക്കേണ്ടത് എന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കിട്ടണം? ഈ ചർച്ചയിൽ വളരെ മർമ്മമാണ്. അതെങ്ങനെ കിട്ടണം? ഈമാൻ കുഫ്റിന്റെ അവിടെ കിട്ടേണ്ടത് ബില്ലറൂറയാണ്. ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമാണ്. ഈ ഇജ്തിഹാദ് തഖ്ലീദിൻ ഉസൂലുദ്ദീനിലെ മർമ്മം മാത്രം മനസ്സിലാക്കലാണ് എന്റെ ഈ വിഷയാവതരണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈമാനിന്റെയും കുഫ്റിന്റെയും നിർവചനം നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ അത് പഠിക്കണം. ഞാൻ ഉണർത്തുന്നു, ഈമാനിന്റെ നിർവചനം നമ്മൾ ചെറിയ കിതാബുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. തസ്ദീഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മാ അഥവാ ഫീ ജമീഇ മാ ഉലിമ മജീഉഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനല്ലാഹി ബിദ്ദറൂറ. ആ നിർവചനം വിശദീകരിക്കാൻ എന്റെ ഉദ്ദേശമല്ല, അതിലുള്ള ഒരു ഉപാധി നിങ്ങളെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തലാണ് എന്റെ ഉദ്ദേശം. ബിദ്ദറൂറ, ഈമാനിന്റെ നിർവചനത്തിലൊക്കെ ഒരു ബിദ്ദറൂറ എന്ന ഉപാധി കാണും കിതാബുകളിൽ. കുഫ്റിന്റെ നിർവചനത്തിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ അൽ ബഖറ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഈമാൻ കുഫ്റുമായി ബന്ധപ്പെട്ട നിർവചനവും അതിന്റെ അനുബന്ധങ്ങളും വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട്. മുതല്ലിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കുക. അവിടെ ഈ കുഫ്റിന്റെ നിർവചനം ഈമാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളാണെന്ന് ബില്ലറൂറ വ്യക്തമായി കൃത്യമായി അനിഷേധ്യമായി എന്നൊക്കെ മലയാളത്തിൽ പറയാം അറിയപ്പെട്ട സർവ്വകാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അങ്ങനെ വരുമ്പോൾ കുഫ്ർ അദമു തസ്ദീഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഷൈഇൻ മിമ്മാ ഉലിമ മജീഉഹു മിനല്ലാഹി ബിഹി ബില്ലറൂറ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണെന്ന് ബില്ലറൂറ അറിയപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുക, ഇതാണ് കുഫ്ർ. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഈമാനിന്റെയും കുഫ്റിന്റെയും നിർവചനത്തിൽ രണ്ടിലും ബില്ലറൂറ എന്നുണ്ടായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്, അവിടുന്ന് പഠിപ്പിച്ചതാണ് എന്ന് വ്യക്തമായി കൃത്യമായി അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുകയും ആ കാര്യങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവാനാണ്, സത്യനബിയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഈമാൻ. ബില്ലറൂറ അറിയപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തസ്ദീഖ് ഇല്ലാതിരിക്കലാണ് കുഫ്ർ. മൂജബാകുല്ലിടനക്കീത സാലിബാജുദിയാണ്. അപ്പൊ ബില്ലറൂറ അറിയപ്പെട്ട സർവ്വ കാര്യങ്ങളും വിശ്വസിക്കണം, അപ്പോഴേ മുഅ്മിനാകും. അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കാതിരുന്നാൽ കുഫ്ർ വരും. തഫ്സീറുർ റാദിയിൽ ഞാൻ ഉണർത്തിയ ഭാഗം, അതും ഉയർന്ന മുത്താലിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കണം. ഇപ്പോ ഈ ഒന്നാം സെഷൻ ഈമാൻ കുഫ്ർ എന്ന് ഞാൻ 3 സെഷനാക്കി ഉണർത്തിയിരുന്നു. അവിടെ വിശ്വാസപരമായ കാര്യങ്ങൾ അറിയപ്പെടുന്ന റൂട്ടിന്റെ പേരാണ് ബില്ലറൂറ. അനിഷേധ്യമായി കൃത്യമായി എന്നൊക്കെ പറയാം. അവിടെ അത്തരം ഉസൂലുൽ മുഅ്തഖദാത്ത്, മുഅ്മിനെ കാഫിറിനെ വേർതിരിക്കുന്ന, മുഅ്മിനും കാഫിറുമായി വേർതിരിക്കുന്ന, ഈമാൻ കുഫ്റിന്റെ ഇടയിൽ ഫാരിഖായ വേർതിരിക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങൾ, ഉസൂലുൽ മുഅ്തഖദാത്ത്, അത് നമുക്ക് എത്തുന്നത് ബില്ലറൂറ എന്ന് പറയുന്ന ആ റൂട്ടിലൂടെയാണ്. അങ്ങനെ ബില്ലറൂറ എന്ന് പറയുന്ന ആ റൂട്ടിലൂടെ വ്യക്തമായും കൃത്യമായും എന്താണ് മുസ്ലിം വിശ്വസിക്കേണ്ടത് എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭ്യമായിരിക്കുന്നു. ഉദാഹരണം, അല്ലാഹു ഏകനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ഇലാഹ്. അല്ലാഹുവിന് ഇൽമ് എന്ന സിഫത്തുണ്ട്, അല്ലാഹു ആലിമാണ്, അല്ലാഹു ഖാദിറാണ്, അല്ലാഹു സമീഉൻ ബസീറാണ്. ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇത് നമ്മുടെ മുഅ്തഖദാത്തുകളാണ്. ഈ മുഅ്തഖദാത്തുകൾ നമ്മളിൽ ഗവേഷണം ചെയ്ത് കണ്ടെത്തേണ്ട കാര്യം ഇല്ല എന്ന് മാത്രം അല്ല, നുബുവത്ത് റിസാലത്തുള്ളവരെ അവലംബിക്കാതെ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മിക്കവാറും അബദ്ധങ്ങൾ വരും. ഫൽസഫയിൽ സംഭവിക്കുന്ന ഒരു വിഷയം അതാണ്. ഫൽസഫയെ കുറിച്ച് ഇവിടെ അവതരണമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. സാഹിബുൻ നുബുവത്ത് റിസാലയായ ഒരു മഅ്സൂമായ ഒരു അല്ലാഹുവിന്റെ നബി റസൂലായ ഒരാളെ അവലംബിക്കാതെ കേവലം മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം വിശ്വാസപരമായ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് ഇസ്മത്ത് ഇല്ലാത്തത് കൊണ്ട്, നേരിട്ട് അല്ലാഹുവിൽ നിന്നുള്ള വഹ്യ് ഇസ്മത്തുള്ള രൂപത്തിലൂടെ ലഭിക്കാത്തത് കൊണ്ട് അവിടെ അബദ്ധങ്ങൾ പറ്റാൻ വലിയ സാധ്യതയുണ്ട്. ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സമീ ആണോ ബസീറാണോ നമ്മൾ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തണം എന്നല്ല. ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് നിർബന്ധമാണ് എന്ന് എഴുതി വെച്ചതിന്റെ അർത്ഥം. നമ്മുടെ കിതാബുകളിൽ ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് നിർബന്ധം എന്നുള്ള പരാമർശമുണ്ട്. 1-2 ഇബാറത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കും. അതിന്റെ അർത്ഥം അല്ലാഹു സമീ ആണോ അല്ലേ നമ്മളൊന്ന് ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തണം. സുബഹിക്ക് കുനൂത്ത് സുന്നത്തുണ്ടോ ഇല്ലേ, ദീനിന്റെ നിയമം എന്താണ്, മുജ്തഹിദുകൾ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തുകയാണ്. പറഞ്ഞു ഫിഖ്ഹിലെ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ അവിടെ ഇജ്തിഹാദിലൂടെയാണ് ഹുക്മ് ലഭ്യമാകുന്നത്. എന്നാൽ ഉസൂലുദ്ദീൻ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഹുക്മ് ലഭ്യമാവാൻ വേണ്ടി അല്ല. ആഖിറത്തിൽ ഹിസാബ് ഉണ്ടോ ഇല്ലേ, ഞാനൊന്ന് ഇജ്തിഹാദ് ചെയ്യട്ടെ. വിശ്വാസപരമായ കാര്യങ്ങൾ ഇജ്തിഹാദ് നിർബന്ധമാണല്ലേ കിതാബ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ഹിസാബ് ഉണ്ടോ അല്ലേ എന്ന് ഇജ്തിഹാദ് ചെയ്യട്ടെ എന്നല്ല. അങ്ങനെ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തുകയല്ല വേണ്ടത്. ആഖിറത്തെ റുയ്യത്തുള്ള അല്ലാഹുവിനെ കാണുക എന്ന റുയ്യത്തുള്ള ഉണ്ടോ ഇല്ലേ, ഞാനൊന്ന് ഇജ്തിഹാദ് ചെയ്യട്ടെ. ഇങ്ങനെ മനസ്സിലാക്കി പോയ ചില ആളുകളുണ്ട്. ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് വേണം, അവിടെ തഖ്ലീദില്ലല്ലോ. അപ്പൊ എന്താണ് നമ്മൾ ബുദ്ധി കൊണ്ട് കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന ധാരണ ഇസ്ലാമിൽ അതിന് യാതൊരു അംഗീകാരവും ഇല്ല. മറിച്ച് ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ മുഅ്തഖദാത്തായ കാര്യങ്ങൾ നമുക്ക് ആരിൽ നിന്ന് ലഭിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭ്യമാവുന്ന ത്വരീഖിലൂടെ ലഭിക്കണം. അത് ഈമാൻ കുഫറിൽ അത് ലഭ്യമാവേണ്ട ത്വരീഖ് ഏതാ? അതേസമയം രണ്ടാമത്തെ സെഷൻ സുന്നത്ത് ബിദ്അത്ത്, അവിടെ ലഭ്യമാകുന്ന ത്വരീഖ് മാ അന അലൈഹി വഅസ്ഹാബി, വിശുദ്ധ ഖുർആൻ സബീലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ഞാൻ അവിടെ വിശദീകരിക്കൽ എന്റെ ഉദ്ദേശമല്ല.
ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസപരമായ കാര്യത്തിൽ മുസ്ലിം എന്ത് വിശ്വസിക്കണം, ഇത് നമുക്ക് ലഭ്യമാവേണ്ടത് ഇജ്തിഹാദിലൂടെ അല്ല. അഖീദയിൽ ഇജ്തിഹാദ് നിർബന്ധമാണ് എന്ന് നിങ്ങൾ ഏതെങ്കിലും കിതാബുകളിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും എങ്ങനെ മനസ്സിലാക്കി പോകരുത്, അവിടെ അള്ളാഹു സമീആണോ ബസീറാണോ, ഹിസാബ് ഉണ്ടോ ഇല്ലേ തുടങ്ങിയ വിശ്വാസപര കാര്യങ്ങൾ നമ്മൾ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തേണ്ടതാണ് എന്നൊരിക്കലും മനസ്സിലാക്കി പോകരുത്. പിന്നെ കാരണം അഖീദയുള്ള ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച മുഅത്തഖദായ വിശ്വാസപരമായ കാര്യം അതിന് ബുദ്ധിപരമായ പ്രമാണങ്ങൾ കണ്ടെത്തുക, അത് ശരിയാണ് എന്ന് മറ്റൊരാളെ സ്വയം ബോധ്യമാവാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ള ബുദ്ധിപരമായ ദലീൽ കണ്ടെത്തുക. ഫിഖ്ഹിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ശർഈയ ദലീലിൽ നിന്ന് ഹുക്മ കണ്ടെത്തലായിരുന്നു. ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അംഗീകൃത റൂട്ടിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ വിശ്വാസത്തിന് അതിന് ബുദ്ധിപരമായ തെളിവുകളും ന്യായങ്ങളും കണ്ടെത്തുക, അത് സമർത്ഥിക്കാൻ പഠിക്കുക. ഇതാണ് ഇതിന്റെ അർത്ഥം. വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടണം, ആരിൽ നിന്ന് കിട്ടണം പറയും, ആരിൽ നിന്ന് കിട്ടണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടണം. എങ്ങനെ കിട്ടണം? അംഗീകൃത ത്വരീഖിലൂടെ കിട്ടണം എന്ന് പറയുമ്പോൾ ഈമാൻ കുഫ്ർ എന്ന് പറയുന്ന ഒന്നാം മർത്തബയിലാണെങ്കിൽ അത് ബിൽദറൂറ കിട്ടണം. അതുകൊണ്ടാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണെന്ന് ബിൽദറൂറ അറിയപ്പെട്ട കാര്യങ്ങളിൽ മുഴുവനും തസ്ദീഖ് ചെയ്യുക. കുഫ്ർ എന്ന് പറഞ്ഞാൽ എന്താ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണെന്ന് ബിൽദറൂറ അറിയപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ തസ്ദീഖ് ഇല്ലാതിരിക്കുക. ഈമാൻ കുഫ്റിൽ അവിടെ ലഭിക്കേണ്ട റൂട്ട് ബിൽദറൂറയാണ്. അനിഷേധ്യമായി എന്നോ കൃത്യമായി എന്നോ വ്യക്തമായി എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ആ റൂട്ട് വിശദീകരിക്കലല്ല എന്റെ ഉദ്ദേശം. ഇനി രണ്ടാം സെഷൻ ഏതായിരുന്നു, നമ്മൾ 3 ക്രമീകരിച്ചില് സുന്ന. അവിടെ ബിദ്അത്ത് സുന്ന, അവിടെ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് ലഭിക്കേണ്ടത് മാ അന അലൈഹി വഅസ്ഹാബി. അവിടെ മാ അന അലൈഹി എന്ന് പറഞ്ഞത് വഅസ്ഹാബി എന്നതും തത്വത്തിൽ ഒന്ന് തന്നെയാണ് അല്ലേ. നിങ്ങളൊന്ന് എന്നോട് സഹകരിക്കണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് നിലപാടിലാണോ അല്ലെങ്കിൽ ഏത് ഹുക്കുമാണോ അതന്നല്ലേ സ്വഹാബത്തിൻ്റെത്. അപ്പൊ സത്യത്തിൽ മാ അന അലൈഹി എന്ന് പറയുന്നതും മാ അന അലൈഹി എന്ന് പറയുന്നതും മാ ഹുവ അലൈഹി അസ്ഹാബി എന്ന് പറയുന്നതും, പിന്നെ എന്തിനാണ് അവിടെ മാ അന അലൈഹി വ അസ്ഹാബി എന്ന് കൂട്ടിക്കെടുത്തത്? ധാരാളം ഫായിദകളുണ്ട്. ഞാൻ ഒന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒന്നും ഇല്ല എന്നുള്ളതിന്റെ നിഷേധമല്ല, ഞാൻ പറഞ്ഞ ഉണ്ട് എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതൊന്ന് മാ അന അലൈഹി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അസ്ഹാബിനെ അവലംബിച്ചുകൊണ്ടാണ്. താബിഈങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീന് താബിഈങ്ങൾ പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും അസ്ഹാബിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന ബോധ്യം ഉണ്ടാക്കാനാണ് മാ അന അലൈഹി പറഞ്ഞു നിർത്താതെ മാ അന അലൈഹി വ അസ്ഹാബി. അതിനിങ്ങോട്ട് ഓരോന്നും അങ്ങനെയാണ്. അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുമ്പോൾ ഒറ്റടിക്ക് നമ്മൾ പറയും ജമാഅ എന്ന ജമാഅത്തു സ്വഹാബ, അതതിന്റെ പ്രഥമ കണ്ണിയാണ്. സത്യത്തിൽ ഒരു മനുഷ്യ ചങ്ങല പോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് അവിടെ ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പിന്നെ സ്വഹാബത്താവുന്ന ഒരു വലിയ സമൂഹം, പുറത്ത് താബിഈങ്ങളാവുന്ന വലിയൊരു സമൂഹം, അതിന്റെ പുറത്ത് വലിയൊരു സമൂഹം. അങ്ങനെ ആ അസ്ഹാബിന്റെ നിലപാട് വിശ്വാസങ്ങളിൽ നിന്ന് തെറ്റിപ്പോകാത്ത താബിഈങ്ങളുടെ കൂട്ടായ്മ, അവരുടെ നിലപാടിൽ നിന്ന് തെറ്റിപ്പോകാത്ത അതിന്റെ പുറത്തുള്ള കൂട്ടായ്മ, അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യർ അംഗങ്ങളായ കൂട്ടായ്മകളിലൂടെയാണ് നമ്മളിലേക്ക് ഏതെത്തുന്നത്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തുള്ളത്. നമ്മളിലേക്ക് ചേർത്തുമ്പോൾ ജമാഅ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്പുറത്തുള്ള ഒരു ജമാഅയുണ്ട്, അതിനപ്പുറത്തുള്ള ഒരു ജമാഅണ്ട്. മനസ്സിലാവുന്നറിയില്ല. ഓരോ കാലഘട്ടത്തിലും മാ അന അലൈഹി വ അസ്ഹാബി എന്ന അത് അവിടുന്ന് കൊണ്ട് തുടങ്ങുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും. അസ്ഹാബിന്റെ അതേ നിലപാടുള്ള ഒരു കൂട്ടായ്മ താബിഈങ്ങളുടെ, അതേ നിലപാടുള്ള ഒരു കൂട്ടായ്മ പുറത്തുണ്ടാകും. മനസ്സിലാവുന്നുണ്ട്. ഒരു മനുഷ്യച്ചങ്ങല പോലെ കണ്ടോളി, മദീനയിൽ നിന്ന് തുടങ്ങിയ ഒരു മനുഷ്യച്ചങ്ങല, അത് നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണമാണ്. സഹാബത്തിന്റെ അതേ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഇപ്പുറത്തൊരു താബിഈങ്ങളുടെ സമൂഹമല്ലേ. അതേസമയം അവിടെ തന്നെ ചില ആളുകള് സഹാബികളുടെ വിശ്വാസത്തിൽ നിന്നായി പോയിട്ടുണ്ട്, തെറ്റിപ്പോയി.
മനസ്സിലാവുന്നുണ്ടോ? അന്നത്തെ മുബ്തദീങ്ങൾ, താബീങ്ങളിലുള്ള മുബ്തദീങ്ങൾ സഹാബികളുടെ നിലപാടിൽ നിന്ന് തെറ്റിപ്പോയി. പക്ഷെ മാൻ അലൈഹി വസ്ഹാബിയുള്ള ഒരു ടീം, ഒരു വലിയ ജനസമൂഹം താബീകളിലില്ലേ? താബീകളുടെ ഭൂരിപക്ഷവും അതല്ലേ? അതേ നിലപാട് സ്വീകരിക്കുന്ന ഒരു കൂട്ടായ്മ പുറത്തില്ലേ? അങ്ങനെ ഓരോ തലമുറയിലും നിങ്ങൾ ഇങ്ങനെ വലിയൊരു കൂട്ടായ്മയെ കാണാം. മുഖ്യധാര മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അതിനെ കുറിച്ചാണ്. ഓരോ കണ്ണുകളിലും ചിലപ്പോൾ ഈ കണ്ണിങ്ങനെ നീളം വെക്കുന്നിടത്തോളം എന്തായിട്ടുണ്ടാവും? തൊട്ടപ്പുറത്തുള്ള ആ സമൂഹത്തിന്റെ വിശ്വാസം ഉൾക്കൊള്ളാതെ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുണ്ടാവും. അങ്ങനെ ഈ മനുഷ്യ ചങ്ങലയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരാണ് മുബ്തദീങ്ങൾ. മനുഷ്യ ചങ്ങലാണ് മുഅ്മിനീങ്ങളുടെ ചങ്ങല. മനസ്സിലാവുന്നുണ്ടാവും? അതിന്റെ ഒരു ഏകദേശ ചിത്രമാണ് ഞങ്ങളുടെ മുന്നിൽ. ഈ സബീലുൽ മുഅ്മിനീനിലൂടെയാണ് സുന്ന ബിദ്അ എന്ന് പറയുന്ന വിശ്വാസം നമ്മളിലേക്ക് വരേണ്ടത്. അതാണ് മാ അന അലൈഹി വസ്ഹാബി. അതാണ് ഖുർആൻ പറഞ്ഞത്. ധാരാളം ആയത്തുകളിലുണ്ട്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. സബീലുൽ മുഅ്മിനീൻ എന്ന് പറയുന്നത് ഫാത്തിഹ സൂറത്തിൽ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തുടങ്ങി കാലങ്ങളും തലമുറകളിലൂടെ മാറി മാറി അന്ന് നമ്മളിലേക്ക് എത്തുന്ന ആ മനുഷ്യ മുഅ്മിനീങ്ങളുടെ ചങ്ങലയാണ്. ചങ്ങല എന്ന് പറയുമ്പോൾ ഓരോ അംഗങ്ങളല്ല ചങ്ങലയിൽ കണ്ണി. ഓരോ കണ്ണിയും ഒരു വലിയ സമൂഹമായിരിക്കും. സമൂഹങ്ങളുടെ കണ്ണികളും സമൂഹങ്ങളും തലമുറകളായി അവസാനിക്കുന്നത് ഒരു വ്യക്തിയിലാണ്. അതാരാ? റസൂലുള്ളാഹി. അപ്പൊ ഞാൻ എന്തിനാ അത് പരത്തി പറയുമ്പോൾ സമയം കുറെ പോകും. ഞാൻ എന്താ പറഞ്ഞത്? വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടണം? ആരിൽ നിന്ന് കിട്ടണം? ഉത്തരം പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടണം. അതെങ്ങനെ കിട്ടും? നമ്മളിങ്ങനെ ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ഖുർആനിൽ നിന്ന് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കുക. അങ്ങനെ ഒന്നുമല്ല. അത് ഈമാൻ കുഫറിന്റെ അവിടെ എങ്ങനെ കിട്ടും? ബിൽദറൂറ കിട്ടും. ആ ബിൽദറൂറ കിട്ടിയത് മാത്രമേ ഈമാൻ കുഫറിൽ പരിഗണിക്കപ്പെടുകയുള്ളൂ. അതിനുശേഷം, അതിനാണ് ഞാൻ ഈ ആദ്യം സെഷനൊക്കെ നിങ്ങളെ മുന്നിൽ വെച്ചത്. അതിനുശേഷമുള്ള സുന്നത്ത് ബിദ്അത്ത് അതെങ്ങനെ ലഭിക്കും? മാ അന അലൈഹി വസ്ഹാബി എന്ന റൂട്ടിലൂടെ ലഭിക്കും. സൂറ അല്ലദീന അൻഅംത അലൈഹിം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ആ റൂട്ടിലൂടെ നമുക്ക് ലഭിക്കും. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറയുന്ന സബീലുൽ മുഅ്മിനീൻ എന്ന റൂട്ടിലൂടെ ലഭിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബില്ലറൂറ ത്വരീഖിലൂടെ അറിയപ്പെട്ട മൗലിക വിശ്വാസ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാ അന അലൈഹി വസ്ഹാബി എന്ന് പറഞ്ഞ റൂട്ടിലൂടെ അനുഗ്രഹീത ജനവിഭാഗത്തിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്നും ആ അനുഗ്രഹീത ജനവിഭാഗത്തോടൊപ്പം നിൽക്കാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ അനുഗ്രഹീത വിഭാഗത്തിലൂടെ കൈമാറി വന്ന പാരമ്പര്യത, ആ മുമ്മിൽ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഇത് ചിലർ പരിഹസിക്കും. ഇസ്ലാമില് പാരമ്പര്യത്തിനൊന്നൊരു സ്ഥാനമില്ല എന്ന് പറയും. അത് മറ്റൊരു പാരമ്പര്യം. കുടുംബ പാരമ്പര്യത്തിന് പലപ്പോഴും വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം പലരുടെയും ഉപ്പാൻ്റെ ഇങ്ങനെയാണ് നോക്കുമ്പോൾ കുടുംബ പാരമ്പര്യം ചിലപ്പോൾ റസൂലുള്ളാഹിയിലേക്കല്ല എത്തുക, അത് ഈമാൻ തന്നെ ഇല്ലാത്തവരായിരിക്കും. നമ്മളെ ഉപ്പമാരുടെ പാരമ്പര്യം അത് ചിലപ്പോ ഈമാൻ ഇല്ലാത്തവരിലേക്കായിരിക്കും. ആ പാരമ്പര്യത്തിന് പ്രാധാന്യമില്ല. ഞാൻ എന്റെ വല്യപ്പാരുടെ പാരമ്പര്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുക എന്നതിന് അടിസ്ഥാനമില്ല. പാരമ്പര്യത്തെ വിശുദ്ധ ഖുർആൻ എവിടെയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടോ അത് ഇങ്ങനെ ഈമാൻ ഇല്ലാത്തവരിലേക്ക് എത്തിച്ചേരുന്ന കുടുംബ പാരമ്പര്യത്തെയാണ്. അതേസമയം ഞാനിപ്പോൾ പറയുന്ന പാരമ്പര്യം ഈ ദീനിന്റെ പാരമ്പര്യമാണ്, മുഅ്മിനീങ്ങളുടെ പാരമ്പര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ഉപ്പാന്റെ ഒപ്പം ഇങ്ങനെ പറയാണ്ട് പോകുമ്പോൾ ഒരു മുസ്ലിം അല്ലാത്തതിലേക്ക് എത്തിയാലും നമുക്ക് ഇസ്ലാം പഠിപ്പിച്ച ഒരു തലമുറ ഇവിടെ ഉണ്ട്. അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തൊരു തലമുറ ഉണ്ട്. ആ തലമുറ എങ്ങനെയാലും മുസ്ലിങ്ങളിലൂടെ തന്നെ ഇങ്ങോട്ടെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ഖുർആൻ പറഞ്ഞ സബീലുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന പാരമ്പര്യം. ഇതാണ് അല്ലദീന അൻഅംത അലൈഹിം എന്ന് ഫാത്തിഹ പഠിപ്പിച്ച പാരമ്പര്യം. അപ്പൊ പാരമ്പര്യം രണ്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. പാരമ്പര്യം രണ്ടുണ്ട്. കുടുംബ പാരമ്പര്യമുണ്ട്, പിന്നെ ദീനീ പാരമ്പര്യം. അഹ്ലുസുന്നയുടെ വിശ്വാസം നമുക്ക് ലഭിക്കേണ്ടത് ഏത് പാരമ്പര്യത്തിലൂടെയാണ്? ദീനീ പാരമ്പര്യത്തിലൂടെയാണ്. ഈ ദീനീ പാരമ്പര്യത്തെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ പരിചയപ്പെടുത്തിയത്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അതന്നെയാണ് ഖുർആൻ പറഞ്ഞത് സബീലുൽ മുഅ്മിനീൻ. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് വിശ്വസിക്കണം, അവൻ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് മുസ്ലിങ്ങൾ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തേണ്ടത് അല്ല. പിന്നെ എങ്ങനെയാണ് കിട്ടേണ്ടത്?
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അംഗീകൃത റൂട്ടിലൂടെ കിട്ടണം. റൂട്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. ഈമാൻ കുഫ്റിന്റെ അവിടെ റൂട്ട് എന്ന് പറഞ്ഞാൽ ബില്ലറൂറയാണ്. അതാണ് ഈമാന്റെയും കുഫ്റിന്റെയും നിർവചനത്തിൽ ബില്ലറൂറ പരാമർശിച്ചിട്ടുള്ളത്. സുന്ന ബിദ്അ എന്ന് പറയുന്ന നേരത്തെ ലഭിക്കേണ്ട റൂട്ട് ഏതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഇങ്ങോട്ട് കണ്ണിമുറിയാത്ത മുഖ്യധാരാ മുഅ്മിനീങ്ങളുടെ പാരമ്പര്യത്തിലൂടെ ലഭിക്കണം. പാരമ്പര്യ ഇസ്ലാം, ഇതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. പാരമ്പര്യം രണ്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി നമ്മൾ വിഷയത്തിൽ എന്താ വിഷയം? ഉസൂലുദ്ദീനിൽ ഇത്തിഹാദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബില്ലറൂറയിലൂടെ അറിയപ്പെട്ട ഈമാനിൽ പരിഗണിക്കുന്ന ആ മൗലിക വിശ്വാസങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാ അന അലൈഹി വഅസ്ഹാബി എന്നതുകൊണ്ട് അടയാളപ്പെടുത്തിയ റൂട്ടിലൂടെ, അല്ലദീന അൻഅംത അലൈഹിം എന്ന് ഫാത്തിഹ ഓർമ്മപ്പെടുത്തിയ റൂട്ടിലൂടെ, സബീലുൽ മുഅ്മിനീൻ എന്ന് മറ്റൊരു വിശുദ്ധ വചനം ഓർമ്മപ്പെടുത്തിയ ആ റൂട്ടിലൂടെ നമുക്ക് ലഭ്യമായ വിശ്വാസ കാര്യങ്ങൾ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് നമ്മൾ വിശ്വസിച്ചു. അല്ലാഹു സമീഉൻ ബസീറ നമ്മൾ വിശ്വസിച്ചു. ഇതെങ്ങനെ നമുക്ക് കിട്ടിയത്? ആഖിറത്തിൽ അല്ലാഹുവിനെ കാണും, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണുക. റുഅ്യത്തുല്ലാഹി ഫിൽ ആഖിറത്തി ഹഖ്ഖുൻ, ഇത് നമ്മൾ പഠിച്ചു. ഇതെങ്ങനെ നമുക്ക് ലഭിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള റൂട്ടിലൂടെ ആരിൽ നിന്ന് ലഭിച്ചു? ഇനി നമ്മൾ അവിടെ ഇത്തിഹാദ് ചെയ്യാൻ അർത്ഥം എന്താ? ഈ ലഭിച്ച വിശ്വാസപരമായ കാര്യത്തിന് ബുദ്ധിപരമായ പ്രമാണങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അവിടെ ബുദ്ധിപരമായ പ്രമാണങ്ങൾ മനസ്സിലാക്കിയെടുക്കാതിരിക്കുന്നതിന്റെ പേരാണ് തഖ്ലീദ്. കഴിഞ്ഞു. ഇത്തിഹാദിലുള്ള ഉസൂലുദ്ദീനിലെ ഇത്തിഹാദ് തഖ്ലീദ് തന്നെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കലാണ് ഈ രംഗത്ത് മുതഅല്ലിങ്ങളും ആലിമീങ്ങളുടെ ഏറ്റവും പ്രധാനമായ മർമ്മമായ ഭാഗം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിശ്വാസപരമായ കാര്യത്തിൽ പിന്നെ തഖ്ലീദില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തുമാവാം, എങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന് ഇന്ന് ചിലരെത്തിപ്പെട്ടിട്ടുള്ള വലിയ അപകടമാണ്, തെറ്റാണെന്ന് ബോധ്യം വരും. ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞു, വിഷയാവതരണം ഇവിടെ തീരുകയാണ്. ഇതിപ്പോ ഒന്ന് പറഞ്ഞതിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇത്തിഹാദ് നടന്നെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നമ്മൾ ബുദ്ധിപരമായ ബോധ്യങ്ങൾ കണ്ടെത്തുക. അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് ബുദ്ധിപരമായി ബോധ്യപ്പെടാൻ ആവശ്യമായ ചിന്ത നടത്തുക. അല്ലാഹു സമീഅാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിശ്വാസം ഒരു മുസ്ലിം അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അല്ലാതെ അല്ലാഹ് സമീഅാണോ ബസീറാണോ അല്ല ഇത്തിഹാദിലൂടെ കണ്ടെത്തിയിരിക്കുന്ന സൗകര്യം പോലെ വിശ്വസിച്ചോളിന്നല്ല. അല്ലാഹ് സമീഅാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. ആ സമീഅാണ്, അല്ലാഹ് സമീഅാണെന്ന് വിശ്വസിക്കുമ്പോൾ അത് ബുദ്ധിപരമായി നമുക്ക് ബോധ്യം വരാനുള്ള ചിന്തകൾ നമ്മൾ നടത്തുക. സ്വർഗമുണ്ട്, അൽ ജന്നത്തു ഹഖ്ഖുൻ എന്ന വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ലഭിക്കേണ്ട റൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബുദ്ധിപരമായ തെളിവുകൾ നമ്മൾ കണ്ടെത്തുകയും അത് ബോധ്യം വരാനും ആവശ്യമെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ള ബുദ്ധിപരമായ ചിന്ത നടത്തുക. ഇതിന്റെ പേരാണ് ഈ ഇത്തിഹാദ് എന്ന് പറയുന്നത്. അത്ര ഒരു ചിന്ത നടത്താതെ അതങ്ങോട്ട് ഉറപ്പിച്ച് വിശ്വസിച്ച് വെക്കുക, അതിന്റെ പേരാണ് ഉറപ്പിക്കാതെ വിശ്വസിച്ച സംശയത്തോടു കൂടിയാണെങ്കിൽ ആ തഖ്ലീദ് സ്വീകാര്യവും അല്ല. ഞാൻ ഇനി ബാർത്ത് വായിക്കാൻ പോവുകയാണ്. അംബിയാ മുർസലീങ്ങളോട് തവസ്സുൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ലേ? തവസ്സുൽ പറ്റും. മാഅനാലിഹി വഅസ്ഹാബിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ലദീന അൻഅംത അലൈഹിം എന്ന റൂട്ടിലൂടെ കൃത്യമായി നമുക്ക് ലഭിച്ച വിവരമാണത്. അത് ബുദ്ധിപരമായി നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ചിന്തകൾ നടത്തുകയും ചെയ്യുക. അത് അവിടുത്തെ ഇജ്തിഹാദ്. ഇപ്പൊ വിശ്വാസപരമായ കാര്യങ്ങൾ എങ്ങനെ ലഭിക്കണം എന്നത് ഞാൻ നിങ്ങൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ലഭിച്ച വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ബുദ്ധിപരമായ തെളിവ് കണ്ടെത്താനുള്ള ചിന്തയുടെ പേരാണ് ഉസൂലുദ്ദീനിൽ. അത്ര ഒരു ചിന്ത ഇല്ലാതെ വിശ്വസിക്കുന്നതിന്റെ പേരാണ് തഖ്ലീദ് എന്നത്. ചിന്തയില്ലാതെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ച കാര്യങ്ങൾ വിശ്വസിച്ചു, അത് 100% ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഉസ്താദ് എങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണേ.
ശരിയാണോ അല്ല എനിക്കറിയില്ല എന്ന സംശയത്തിലാണെങ്കിൽ ആ തക്ലീദ് കൊണ്ടുകൂടി ആള് മുഅ്മിന് ആവൂല. അതേസമയം 100% കൃത്യമായി അത് ഉറപ്പിച്ച് വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉറപ്പിച്ച് അമേരിക്കൻ്റെ ഇപ്പൊ നമ്മൾ വിശ്വസിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിന് സംശയമുണ്ടോ? എന്നതുപോലെ 100% കൃത്യമായി ആ കാര്യം ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളും ബുദ്ധിപരമായൊന്നും തെളിവുകളൊന്നും ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ എന്നാ അത് തക്ലീദാണ്. ആ തക്ലീദിലൂടെയും ഈമാൻ ശരിയായിട്ടുണ്ട്. അതായത് വിശ്വാസപരമായ വിശ്വസിക്കേണ്ട കാര്യങ്ങളുടെ തെളിവുകൾ കണ്ടെത്താനുള്ള ചിന്തയുടെ പേരാണ് ഇജ്തിഹാദ് എന്ന്. ആ ചിന്ത ഇല്ലാതെ ഇരിക്കുന്നതിന്റെ പേരാണ്, ആ ചിന്ത നടത്താതിരിക്കുന്നതിന്റെ പേരാണ് തക്ലീദ്. ചിന്ത നടത്താതെ ആരോ പറഞ്ഞിട്ട് കണ്ട് അങ്ങനെ വിശ്വസിച്ചു, പക്ഷെ ഉറപ്പില്ല, ഒരു സംശയം എപ്പോഴും ബാക്കിയുണ്ട്, എന്നാ ആ തക്ലീദ് പറ്റൂല, ആള് കാഫിറാണ്, മുഅ്മിനല്ല. അതേസമയം 100% നല്ല ഉറപ്പിച്ചിട്ടുണ്ട്, പക്ഷെ തെളിവുകളൊന്നും ചിന്തിച്ചു നോക്കിയിട്ടില്ല, ഇന്നാള് മുഅ്മിനാണ്, ആ തക്ലീദായാലും മുഅ്മിനാകും. ഇനി ഞാൻ ഒറ്റ വാർത്ത വായിക്കും. ഇപ്പൊ നിങ്ങൾ ഏത് തമ്മിലുള്ള ഫർക്കുകൾ മനസ്സിലാക്കിയോ? ഫിഖ്ഹിലെ ഇജ്തിഹാദ് തക്ലീദ് എന്ന് പറയുന്നത് എന്താണെന്നും അഖീദയിലെ ഇജ്തിഹാദ് തക്ലീദ് എന്താണെന്നും മനസ്സിലാക്കുക. മനസ്സിലായില്ലേ വ്യത്യാസം? ഇനി ഞാൻ ജമ്മൽ ജവാമിയിൽ നിന്ന് അതിന്റെ ഞാനിതില് മൈനൽ ഇജ്തിഹാദ് തക്ലീദ് ഫീ ഉസൂലുദ്ദീൻ ഇങ്ങനെ എഴുതിയ ഭാഗത്ത് ഞാൻ എഴുതി രണ്ടുള്ള ഫർക്ക്. വഅമ്മൽ ഇജ്തിഹാദ് ഫീ ഉസൂലുദ്ദീൻ ഫമഅനാഹു അൻ-നളറു ഫി ദലീലിൽ അഖ്ലിയി على الحكم الذي علم مجيئه صلى الله عليه وسلم به من الله تعالى. ഈ കിതാബിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കും. അതിന് ഉദാഹരണമൊക്കെ കൊടുത്തു. ഇവിടെ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫൽ ഹുക്മു ഹുന, വിശ്വാസപരമായ കാര്യങ്ങളിൽ എന്ത് വിശ്വസിക്കണമെന്നത് മഅഖൂദുൻ വ മഅലൂമുൻ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതരീഖിഹി സുമ്മ യൻദറു ഫിൽ അദില്ലത്തിൽ അഖ്ലിയ്യത്തി ലഹു ഫലൈസൽ ഹുക്മു ഹുനാ മുഖ്തസബ ബിൽ ഇജ്തിഹാദ്. ഇവിടെ ഹുക്മ് എന്ത് വിശ്വസിക്കണമെന്ന് ഏതിലൂടെ അല്ല കിട്ടുന്നത്, ഇജ്തിഹാദിലൂടെ അല്ല. ഇനി കേട്ടോളി, ഫൽ ഖാദിറു അലൻ നളരി ഫി ദലീൽ, ഈ ദലീൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തി വലോ ഇജ്മാലിയൻ, അതിങ്ങനെ മന്ദിക്കിന്റെ ഖിയാസൊന്നും കൂട്ടാൻ അറിയില്ലെങ്കിലും ഇജ്മാലിയായിട്ടെങ്കിലും അതിന്റെ ദലീൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആള് ഹുവൽ മുജ്തഹിദു, അവനാണ് മുജ്തഹിദ്. ഫിൽ ഉസൂലി, ഉസൂലുദ്ദീനിൽ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ജമ്മുൽ ജവാമി പറഞ്ഞ നിർവചനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിശ്വാസപരമായ കാര്യങ്ങൾക്കിടെ ദലീലുകൾ ബുദ്ധിപരമായി അതിന്റെ ശരി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുടെ പേരാണ്, അതിന്റെ ബുദ്ധിപരമായി അതിന്റെ തെളിവ് കണ്ടെത്താനുള്ള ചിന്തയുടെ പേരാണ് ഇജ്തിഹാദ്. അങ്ങനെ ആ വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു, അതിന്റെ ബുദ്ധിപരമായ തെളിവ് കണ്ടെത്താൻ കഴിയാത്ത ആളുടെ പേരാണ് ഇവിടെ മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ. ആ കഴിയാതെ ആ ബുദ്ധിപരമായ ചിന്ത നടത്താതിരിക്കുന്നത്, ചിന്ത നടത്താതെ അംഗീകരിക്കുന്നതിന്റെ പേരാണ് തഖ്ലീദ്. അത് ശക്കോട് കൂടിയുള്ള അംഗീകാരമാണെങ്കിൽ ഈമാനായി അംഗീകരിക്കപ്പെടൂല. ജസ്മു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മർമ്മം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാ ജമ്മുൽ ജവാമിന്റെ ഇബാറത്ത്. ജമ്മുൽ ജവാമിന്റെ അവസാന ഭാഗത്ത് മസ്അലത്തുൻ ഉഖ്തുലിഫ ഫി തഖ്ലീദ് ഫി ഉസൂലുദ്ദീൻ, മസ്അലത്തുൻ ഉഖ്തുലിഫ ഫി തഖ്ലീദ് ഫി ഉസൂലുദ്ദീൻ. ഉസൂലുദ്ദീൻ എന്ന മസായിലിൽ ഇഅ്തിഖാദ് കഹുദൂസിൽ ആലം, അൽ ആലം മുഹ്ദസുൻ വവുജൂദിൽ ബാരി അല്ലാഹു മൗജൂദുൻ വമാ യജിബു ലഹു അല്ലാഹു സമീഉൻ ബസീർ, സമീഉൻ ബസീർ അല്ലാഹുക്ക് നിർബന്ധമാണ്. വയംതനി അലൈഹി, അല്ലാഹുക്ക് വാജിബായ സിഫത്തുകൾ, അല്ലാഹുവിന്റെ മുഹാലായ സിഫത്തുകൾ എന്നാൽ അല്ലാഹുവിന് പറ്റാത്ത കാര്യങ്ങൾ. വവൈരി ദാലിക, ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങൾ ഇപ്പൊ സമീഉൻ ബസീറയിൽ പെട്ടിട്ടുണ്ട്. അല്ലാഹു ജിസ്മാണോ അല്ലേ? ജിസ്മ എല്ലാവരും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ജിസ്മാകുക എന്നുള്ളത് അള്ളാഹുക്ക് മുഹാലായ സിഫത്താണ്. മഖ്ലൂക്കുകളെ പോലെയാവുക എന്നുള്ളത് അള്ളാഹുക്ക് മുഹാലായ സിഫത്താണ്. മുഖാലിഫുൽ ലിൽ ഖൽഖി വലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ ലം യകുൻ ലഹു കുഫുവൻ അഹദ്. സൃഷ്ടികളുടെ ഒരു സ്വഭാവവും സൃഷ്ടാവിനില്ല. സൃഷ്ടികളുടെ സ്വഭാവമൊന്നും ആൾക്ക് പറ്റില്ല, സൃഷ്ടാവിന് പറ്റില്ല. ഇതൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഇവിടെ ഇജ്തിഹാദ് തഖ്ലീദിൽ ഖിലാഫുണ്ട്. ചിലർ പറഞ്ഞു ലാ യജൂസു, തഖ്ലീദ് പറ്റില്ല. ബൽ യജിബുൻ നളറു, ഇജ്തിഹാദ് നിർബന്ധമാണ്. യജിബുൻ നളറു എന്നാണ് ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഇജ്തിഹാദ് നിർബന്ധമാണ്. ലിഅന്നൽ മത്ലൂബ ഫീഹി അൽ യഖീൻ, അവിടെ അല്ല വേണ്ടത്, ഏത് വേണം?
യഖീൻ വേണം. ഖാല അല്ലാഹു തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശ്വാസപരമായ കാര്യങ്ങൾ തഖ്ലീദ് പറ്റും. വലാ യജിബു നദറു, ഇജ്തിഹാദ് നിർബന്ധം ഇല്ല. ഇക്തിഫാഅൻ ബിൽ അഖ്ദിൽ ജാദിബ്, ഉറച്ച വിശ്വാസം വേണമെന്നേ ഉള്ളൂ. വഖീല അന്നദറു ഫീഹി ഹറാമുൻ, ഈ വാർത്തയുടെ വിട്ടുകൊണ്ട് മർമ്മം വായിക്കുന്നുള്ളൂ. അന്നദറു ഫീഹി ഹറാമുൻ, വിശ്വാസപരമായ കാര്യങ്ങൾ ഇജ്തിഹാദ് ഹറാമാണ്, തഖ്ലീദ് നിർബന്ധമാണ്. ജംഉൽ ജവാമിയിൽ തന്നെ വിശ്വാസപരമായ കാര്യത്തിലെ ഇജ്തിഹാദ് തഖ്ലീദിനെ കുറിച്ച് 3 അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇജ്തിഹാദ് നിർബന്ധമാണ്, തഖ്ലീദ് പറ്റില്ലാതെ ഹറാമാണ് ഒരഭിപ്രായം. അല്ല, ഇജ്തിഹാദും ആവാം തഖ്ലീദും ആവാം, രണ്ടും നിർബന്ധമില്ല, ഏതും സ്വീകരിക്കാം. മൂന്നാമത്തെ അഭിപ്രായം തഖ്ലീദ് തന്നെ നിർബന്ധമാണ്, ഏത് പാടില്ല, ഇജ്തിഹാദ് പാടില്ല. അതിന് കാരണങ്ങളൊക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇജ്തിഹാദ് തഖ്ലീദിനെ കുറിച്ച് 3 അഭിപ്രായം അവിടെ ഉദ്ധരിച്ചു. ഇനി അവിടെ കാണാം ജംഉൽ ജവാമിന്റെ ഹാഷികൾ അല്ലാമ ശിർബീരി എഴുതുന്ന ഈ വാർത്ത ഞാൻ മറുമേ വായിക്കുന്നുള്ളൂ, സമയം പരിഗണിച്ച്. അൽ മുറാദു ബിത്തഖ്ലീദി ഹുനാ, ഇവിടെ തഖ്ലീദ് എന്നതിന്റെ ഉദ്ദേശം മുഖാബലുൻ നളരി ഫിദ്ദലീൽ, ദലീലിൽ നളർ നടത്തുക, ദലീൽ ആലോചിച്ച് കണ്ടെത്തുക എന്നതിന്റെ മറുവശമാണ് ഇവിടെ തഖ്ലീദ്. വഹുവ നളറും ബിദ്ദലീലാണ് അൽ മുറാദു ബിൽ ഇജ്തിഹാദി ഹുനാ, ഇവിടെ ഇജ്തിഹാദിന്റെ ഉദ്ദേശം. ഉസൂലുദ്ദീനിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? അൻ നളറു ഫിദ്ദലീൽ, എന്തിന്റെ ദലീല കണ്ടെത്തേണ്ടത്? വിശ്വാസപരമായി നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ടിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ദലീല്, നല്ല ബുദ്ധിപരമായ ദലീല്, അല്ലാഹു സമീ ആണ് എന്ന് ബുദ്ധിപരമായി ബോധ്യപ്പെടാനുള്ള ദലീല്, ലൈസ കമിസ്ലിഹി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖാണ് അല്ലാഹു എന്ന് ബുദ്ധിപരമായി ബോധ്യപ്പെടാനുള്ള ദലീല്. ഈ ദലീല് കണ്ടെത്തുന്നതിന്റെ പേരാണ് ഇജ്തിഹാദ്. ആ ദലീല് കണ്ടെത്താതിരിക്കുമ്പോൾ അതിന്റെ പേരാണ് തഖ്ലീദ്. നേരെ ഞാൻ ഇപ്പോ വായിച്ച ശിർബീരിയുടെ ഈ വാർത്താണ്. അൽ മുറാദു ബിത്തഖ്ലീദി ഹുനാ, ഉസൂലുദ്ദീനിൽ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ മുഖാബലുൻ നളരി ഫിദ്ദലീൽ, നളറും ഫിദ്ദലീലിന്റെ മറുവശമാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പ്രമാണങ്ങളിൽ ചിന്ത നടത്തുക. അല്ലാഹു സമീ ആണ്, ബസീറാണ്, അതൊരു ഉദാഹരണമാണ് കേട്ടോ. ആലം മുഹദസാണ്, ഖദീമല്ല എന്നതിന്റെ ഒക്കെ പ്രാമാണികമായി ബുദ്ധിപരമായി അത് ചിന്തിച്ച് കണ്ടെത്തുക. ഇതിന്റെ പേരാണ് ഇജ്തിഹാദ്. അത് കണ്ടെത്താതെ അംഗീകരിക്കുന്നതിന്റെ പേരാണ് തഖ്ലീദ്. ഇതിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ദീർഘമായി ഭാരതത്തിന് മറുവശം കാണാം. അതിന്റെ അപ്പുറത്ത് ഫഇന്നൽ ഖാദിറ അലൻ നളരി ഹുവൽ മുറാദു ബിൽ മുജ്തഹിദി ഹുനാ. ഇവിടെ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ആരാ? പറയണേ, അഖീദയുടെ ബാബിൽ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ വിശ്വാസപരമായി നമുക്ക് ലഭിച്ച ആ മുസ്ലിം വിശ്വസിക്കേണ്ട കാര്യങ്ങളുടെ ദലീല് കണ്ടെത്താൻ കഴിയുന്ന ആൾക്കാണ് ഇവിടെ മുജ്തഹിദ് എന്ന് പറയാ. അത് കണ്ടെത്താൻ കഴിയാത്ത ആൾക്കാണ് യുഫീദു അന്നൽ മുറാദ ബിത്തഖ്ലീദ്. ഇവിടെ തഖ്ലീദ് കൊണ്ട് ഉദ്ദേശം മാ അദൻ നളർ, നളർ ഇല്ലാതിരിക്കലാണ്. നളർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 2 അർത്ഥത്തിലുള്ള നളർ ഉണ്ട്. എന്താ 2 അർത്ഥത്തിലുള്ള നളർ? ഒന്ന് നമ്മുടെ മന്ദിക്കിന്റെ ഒക്കെ കിതാബിൽ പറയുന്ന, അല്ലെങ്കിൽ ഇൽമുൽ കലാമിന്റെ കിതാബിൽ പറയുന്ന ആ ഒരു ഇസ്തിലാഹിയായ റൂട്ടിലൂടെയുള്ള നളർ, അത് തന്നെ വേണമെന്നില്ല ഇവിടെ ഇജ്തിഹാദിനെ. വലൗ ഇസ്തിദ്ലാലൻ ഇജ്മാലിയൻ അലാ തദുല്ലുൽ ബഅറത്തു അലൽ ബഈർ എന്ന് പറഞ്ഞില്ലേ? കുതിരയുടെ കാഷ്ടം, ഒട്ടകത്തിന്റെ കാഷ്ടം ഒരു വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ ഇതിലൂടെ ഒരു കുതിര പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിയില്ലേ? ആ നളറായാലും മതി ഇവിടുത്തെ ഇജ്തിഹാദിനെ. അപ്പൊ വിശ്വാസപരമായ കാര്യങ്ങളിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ ആരെന്നെയാണ്? മുജ്തഹിദുകളാണ്. വിശ്വാസപരമായ കാര്യത്തിൽ ഇന്നും ആരുണ്ട്? മുജ്തഹിദുകളുണ്ട്. പറഞ്ഞ മനസ്സിലാണ്ടോ? എന്നതിന്റെ അർത്ഥം മുജ്തഹിദുണ്ട്, മുജ്തഹിദാണ് അർത്ഥം നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് നമ്മളൊന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തണമെന്നാണോ? അല്ല. വിശ്വാസപരമായ കാര്യങ്ങളുടെ തഖ്ലീദില്ലല്ലോ. അതുകൊണ്ട് അത് കിതാബുകളിലൂടെയോ നമുക്ക് പാരമ്പര്യമായി ലഭിച്ചതോ തന്നെ സ്വീകരിക്കണമെന്നില്ല. നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയാൽ മതി എന്ന ധാരണയ്ക്ക് ഇവിടെ ഇടമില്ല. കാരണം വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇത്യാദി എന്ന് പറഞ്ഞതിന്റെ തന്നെ അർത്ഥം നേരത്തെ പറഞ്ഞ റൂട്ടിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള, മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ബുദ്ധിപരമായ തെളിവ് കണ്ടെത്തുക എന്നാണ്.
വിശദമായി ഇബാറത്ത് മുഴുവനും വായിക്കുന്നില്ല. ജമുൽ ജവാമിന്റെ അവസാന ഭാഗത്ത് 2-ാം വാള്യം 446, 447 പേജുകളിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസൂൽ ഫിഖിന്റെ ധാരാളം കിതാബുകളിൽ അതുണ്ട്. ഇനിയിപ്പോ ഇജ്തിഹാദ്, വിശ്വാസപരമായ കാര്യങ്ങൾ ഇജ്തിഹാദ് നിർബന്ധമാണ്, തഖ്ലീദ് പറ്റില്ല എന്ന് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. ഇല്ല, ഇജ്തിഹാദ് ഹറാമാണ്, തഖ്ലീദ് നിർബന്ധമാണെന്ന് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. അല്ല, രണ്ടുമാവാം എന്ന് പറഞ്ഞവരും ഉണ്ട്. മുഖല്ലിദിന്റെ ഈമാൻ സ്വഹീഹ് അല്ല, ആണ് എന്ന വ്യത്യസ്ത ഇബാറത്തുകൾ കിതാബുകളിൽ കാണും. അതൊന്നും കാര്യമായൊരു ഖിലാഫല്ല, ഒരു ലഫ്ലിയായ തർക്കം എന്നേ പറയാനുള്ളൂ. എന്നാൽ മുഖല്ലിദിന്റെ ഈമാൻ സ്വഹീഹ് അല്ല എന്ന് പറയുന്നത് ഓനത് ബുദ്ധിപരമായി ചിന്തിച്ച് ബോധ്യപ്പെടാതെ, കൃത്യമായി ഉറപ്പില്ലാതെ സംശയത്തിന്റെ രൂപത്തിലേ ഓൻ സ്വീകരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ ആ ഈമാന് സ്വഹീഹ് അല്ല, മുഅ്മിന് അല്ല. അതേസമയം ബുദ്ധിപരമായ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമമൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും 100-ൽ 100ഉം നമ്മളെ വല്യമാരെ ഈമാൻ എന്ന് പറയുന്ന പോലെ 100-ൽ 100 അത് ഉറപ്പുണ്ട്. എന്നാൽ അവൻ ഇജ്തിഹാദ് നടത്തിയിട്ടില്ല, തഖ്ലീദ് ആണെങ്കിൽ പോലും ആള് കൃത്യമായ മുഅ്മിനാണ്. രണ്ട് രൂപത്തിൽ നിങ്ങൾ കാണുന്ന ഇബാറത്തുകളുടെ ജംഉ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇബാൻ കൊടുത്താൽ 2 കലിമത്ത് കൂടി പറഞ്ഞു കൊടുത്തു. അപ്പോ ഈ വിഷയത്തിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം ചെറിയ തോതിൽ ആവർത്തന സ്വഭാവത്തോടു കൂടി തന്നെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇന്നും വിശ്വാസപരമായ കാര്യങ്ങളിൽ മുജ്തഹിദുകൾ ഉണ്ട്, ഫിഖ്ഹിൽ മുജ്തഹിദില്ല. ഫിഖ്ഹിൽ ഇജ്തിഹാദിന്റെ ശേഷം കിട്ടുന്ന സംഗതിയാണ് ഹുക്മ്. ഇവിടെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ബുദ്ധിപരമായ തെളിവ് കണ്ടെത്തുന്ന പ്രക്രിയയുടെ പേരാണ് കഴിഞ്ഞ്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു അഖീദയിൽ മുജ്തഹിദാണോ? ആണ്. ഇമാം മാതുരിദി റഹ്മത്തുള്ളാഹി മുജ്തഹിദാണോ? ആണ്. അവർക്ക് ശേഷം അഖീദയിൽ മുജ്തഹിദുകൾ ഉണ്ടോ? ഉണ്ട്. ഇന്ന് അഖീദയിൽ മുജ്തഹിദുണ്ടോ? ഉണ്ട്. ഇനിയും ഉണ്ടാവാം. ഇജ്തിഹാദ് എന്ന് പറഞ്ഞ കൃത്യവിശ്വാസപരമായ കാര്യങ്ങൾക്ക് തെളിവ് കണ്ടെത്തലാണ്. അതിന് തെളിവ് എന്നാൽ ഇൽമുൽ കലാമിലും ഇൽമുൽ മന്തിക്കിലും ഒക്കെ പറയുന്ന ആ സങ്കീർണ സ്വഭാവമുള്ള ആ റൂട്ടിലൂടെയുള്ള ദലീൽ തന്നെ ആവണമെന്ന നിർബന്ധം ഇല്ല. ഇജ്മാലിയായ പൊതുവെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒട്ടകക്കാഷ്ടം വഴിയിൽ കിടക്കുന്നത് കണ്ട ഇതിലൂടെ ഒരു ഒട്ടകം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു ബുദ്ധിയുണ്ടല്ലോ, ആ രൂപത്തിലായാലും മതി. അപ്പൊ ഈ ഇജ്തിഹാദിൽ ഒരുപാട് മുജ്തഹിദുകൾ ഉണ്ട്, മനസ്സിലാകുന്നുണ്ടാകും. അപ്പൊ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു മാത്രമല്ല മുജ്തഹിദ്, അതിന് മുമ്പും ശേഷവും ഒക്കെ മുജ്തഹിദുണ്ട്. ആലിമീങ്ങൾ എല്ലാവരും എന്ന് വേണമെങ്കിൽ പറയാം. അഖീദയുടെ വിഷയത്തിൽ ഈ കേൾക്കുന്നവർക്ക് ഇപ്പൊ കേരളത്തിൽ ഒരുപാട് മുജ്തഹിദുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞതിന് എതിരല്ലേ എന്ന് കരുതണ്ട. കാരണം ഫിഖ്ഹിലുള്ള ഇജ്തിഹാദ് അല്ല ഇവിടെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ട ആളുകൾക്ക് പിന്നെ ഇതിനോട് കൺഫ്യൂഷൻ ഉണ്ടാകൂല. ഇത് മാത്രം കേട്ടാൽ ആകാടും. ഇനി ഞാൻ ഉത്തരവാദിയല്ല, പൂർണ്ണമായി കേൾക്കണം. ഇനി അവിടെ നമ്മൾ ഷാഫിഈയാണ് എന്ന് പറയാറുണ്ട്, അല്ലേ? നമ്മൾ ഷാഫിഈയാണ്, ചിലർ ഹനഫിയാണ്. അതുപോലെ നമ്മൾ അശ്അരിയാണെന്ന് പറയാറുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലേക്കുള്ള ആ നിസ്ബ ചെയ്യപ്പെടുന്നതും ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് നിസ്ബ ചെയ്യപ്പെടുന്നതും ഒരേ അർത്ഥത്തിൽ അല്ല. ഇമാം ഞാൻ ഷാഫിഈയാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ, നമ്മളൊക്കെ ഷാഫിഈയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഉദാഹരണത്തിന് സുബഹിക്ക് ഖുനൂത്ത് സുന്നത്തുണ്ടോ? ഇല്ലേ. സ്ത്രീയ സ്പർശനത്തിലൂടെ ഉളുമുറിയോ? ഇല്ലേ. വിത്ർ നിസ്കാരം നിർബന്ധാണോ സുന്നത്താണോ? ഉദാഹരണങ്ങളൊന്നും 2 പറഞ്ഞു എന്ന് മാത്രം. ഇത്തരം വിഷയങ്ങളിലൊക്കെ സ്ത്രീ സ്പർശനം കൊണ്ട് ഉളു മുറിയുമെന്ന് ഞാൻ അംഗീകരിക്കുന്നതും അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നതും, അതുപോലെ വിത്ർ നിർബന്ധമല്ലാതെ സുന്നത്താണ് എന്ന് ഞാൻ അംഗീകരിച്ച് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുർആൻ സുന്നത്ത് എന്ന പ്രമാണങ്ങളിൽ അങ്ങനെ കണ്ടെത്തി പറഞ്ഞതിന്റെ പേരിലാണ്. പ്രമാണങ്ങളില്ല എന്നല്ല, പ്രമാണങ്ങളിൽ നിന്ന് അവരെ കണ്ടെത്തി ഞാൻ അത് മനസ്സിലാക്കി അംഗീകരിക്കുന്നു. ഞാൻ അതിന്റെ പ്രമാണങ്ങൾ വിശദമായി എനിക്ക് അറിയൂല. ഇതേ അർത്ഥത്തിലല്ല ഞാൻ അശ്അരിയാണ് എന്ന് പറയുന്നത്. അല്ലാഹു സമീ ആണ് എന്ന് ഇമാം ഷാഫി അശ്അരി റളിയല്ലാഹു അൻഹു ഇത്തിഹാദിലൂടെ കണ്ടെത്തി, ഇമാം ഷാഫി അശ്അരി ഇത്തിഹാദിലൂടെ കണ്ടെത്തി പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതിന്റെ ദലീൽ എനിക്കറിയൂല എന്നല്ല. അല്ലാഹു സമീഉം ബസീറും ആണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ പേരിലല്ല. അല്ലാഹു സമീഉം ബസീറാണെന്നും ആഖിറത്തിൽ ഹിസാബ് ഉണ്ടെന്നും ആലം മുഹ്ദസാണെന്നും തുടങ്ങി
തുടങ്ങി വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചതാണ്. അത് ഈമാൻ കുഫ്ർ പോയിന്റിൽ ബിദ്ദറൂറ തന്നെ ലഭിച്ചതാണ്. സുന്ന ബിദ്അ പോയിന്റിലുള്ള ഖിലാഫുകളിൽ നമ്മുടെ അഹ്ലുസുന്നയുടെ നിലപാട് സിറാത്തുൽ മുസ്തഖീം അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ ഇസ്ലാമിക റൂട്ടിലൂടെ, സബീലുൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞ പ്രാമാണിക റൂട്ടിലൂടെ ലഭിച്ചതാണ്. അല്ലാതെ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിച്ചു എന്നല്ല. അത് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു പ്രമാണങ്ങളിൽ നിന്ന് കണ്ടെത്തി പറഞ്ഞതും അല്ല. അതുകൊണ്ട് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു വിശ്വാസ രംഗത്ത് പുതിയതായി ഒന്നും കണ്ടെത്തിയതല്ല. മറിച്ച് അന്നു മുതൽ അതുവരെയുള്ള വസാബിയുടെ തുടർച്ചയായി കിട്ടിയ വിശ്വാസപരമായ കാര്യങ്ങളിൽ മുബ്തദീകൾ ബിദ്അത്തിന്റെ അഹ്ലുകാർ തിരുത്തൽവാദവുമായി രംഗത്ത് വന്നപ്പോൾ അവരെ ഖണ്ഡിക്കാനും അസ്ഹാബിയിലൂടെ ലഭിച്ച വിശ്വാസങ്ങൾ, പാരമ്പര്യ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ, ഈ പ്രമാണമായ ഇസ്ലാമിക പാരമ്പര്യത്തിലൂടെ ലഭിച്ച വിശ്വാസങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ബുദ്ധിപരമായും പ്രാമാണികമായും സമർത്ഥിക്കാനുമുള്ള ശ്രമമാണ് അത് നടത്തിയത്. അതിൽ അവർ പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു. ഇപ്പൊ വിശ്വാസപരമായി എന്തെങ്കിലും സംഗതി കണ്ടെത്തിയതാണോ? അല്ല. പിന്നെ നേരത്തെ പഠിപ്പിച്ച ഉണർത്തിയ റൂട്ടിലൂടെ ലഭിച്ച വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പ്രമാണങ്ങളിലൂടെ ബുദ്ധിപരമായി അത് സമർത്ഥിക്കാൻ അവിടുന്ന് മുന്നോട്ട് വന്നു. അതിനെ വിദ്യാർത്ഥികള് ബാത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥിന്റെ വാദങ്ങളെ ഗണ്ണിച്ചു. അല്ലാതെ പുതിയ വിശ്വാസപരമായ കാര്യങ്ങളൊന്നും അവർ ഗവേഷണത്തിലൂടെ അവര് മുജ്തഹിദാന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നെന്താ? ലഭിച്ച വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പ്രമാണങ്ങൾ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. ബുദ്ധിപരമായ പ്രമാണങ്ങൾ കണ്ടെത്തിയെന്നാണ്. അപ്പൊ നമ്മളിപ്പോ അശ്അരിയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം വിശ്വാസപരമായ കാര്യങ്ങൾ നാം ഇമാം അശ്അരിയെ തഖ്ലീദ് ചെയ്യുന്നു, ബുദ്ധിപരമായ തെളിവുകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് 2-3 അർത്ഥത്തിൽ അത് വരും. ഒന്ന്, ഞാൻ അശ്അരിയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ സുന്നിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ സുന്നിയാണ് എന്ന് പറഞ്ഞ അതേ വിശ്വാസത്തിലാണ് ആര്? അതേ വിശ്വാസമാണ് ഞാനും ഉള്ളത്. അപ്പൊ ഞാൻ അശ്അരി എന്നാണ് എന്റെ ഒരർത്ഥം, ഞാൻ സുന്നിയാണ്. കാരണം ബിദ്അകൾ പിൻകാലത്ത് വന്നപ്പോൾ ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിയാൻ വേണ്ടി ഞാൻ സുന്നിയാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു അഡ്രസ്സാണ് അശ്അരി എന്നത്. അതേസമയം മറ്റൊരു ഭൂപ്രദേശത്ത് ഞാൻ സുന്നിയാണ് എന്ന അഡ്രസ്സിന് വേണ്ടി അവർ പരിചയപ്പെടുത്തിയിരുന്ന പേരാണ് മാതുരീദി. മുതല്ലിങ്ങളുടെ ഇടയിലൊരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കാന്തപുര ഉസ്താദിന്റെ ആളാണെന്ന് പറഞ്ഞാൽ അത് കട്ടിയുള്ള സുന്നിയാണ് എന്നതിന്റെ അർത്ഥമാണ്. ഉത്തരേന്ത്യയിൽ ബറേൽവിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറച്ച സുന്നിയാണ് എന്ന അർത്ഥത്തിലാണ് അവരത് ഉപയോഗിക്കാറ്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു പിൻകാല ആലിമീങ്ങളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നൊരു ആലിമാണ് എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. മുൻഗാമികളായ ആലിമീങ്ങൾക്ക് ഒരുപാട് ഉന്നത സ്ഥാനം ഞാൻ നിസ്ബയുടെ ഉദ്ദേശം പറഞ്ഞതാണ്. ഇന്നത്തെ വലിയ ആലിമീങ്ങളും ഇമാം അശ്അരിയുടെ അക്കാലഘട്ടത്തിൽ ഇമാം അശ്അരി ഉൾപ്പെടുന്ന ആലിമീങ്ങളും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്കറിയാം. ഞാൻ അതല്ല സമപ്പെടുത്തിയത്. അപ്പൊ ഞാൻ അശ്അരി എന്നതിന്റെ അർത്ഥം എന്താ? അല്ലാതെ ഞാൻ ഷാഫി എന്ന് പറയും പോലെ അല്ല. പിന്നെ അതിന് മറ്റൊരർത്ഥം ഉണ്ട്. അശ്അരി എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ. അപ്പോ ഞാൻ അശ്അരിയ എന്ന് പറയുന്നതും മാതുരീദിയ എന്ന് പറയുന്നതും രണ്ടും സുന്നിയ എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ അശ്അരിയ എന്ന് പറയുന്നതും മാതുരീദിയ എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിൽ. എന്താ രണ്ടിന്റെ അർത്ഥം എന്താ? ഫൽ അശ്അരിയു മാതുരീദിയും വഖുൽ അൽ മാതുരീദി അശ്അരിയുൻ. അങ്ങോട്ട് കിട്ടൊക്കെ പറയും. കാരണം രണ്ടിന്റെ അർത്ഥം ഞാൻ സുന്നിയാണ്. പക്ഷെ ഓരോ ഭൂപ്രദേശങ്ങളിൽ അവിടുത്തെ ആ ഏരിയയിലുള്ള ആളുകൾ സുന്ന എന്ന് ഉറക്കെ പറയാൻ ഉപയോഗിക്കുന്ന അഡ്രസ്സാണ് ഞാൻ മാതുരീദിയാണ്. ഇപ്പുറത്തുള്ളവർ സുന്ന എന്ന് പറയാൻ ഉപയോഗപ്പെടുത്തിയ വേൽവിലാസമാണ്. ഇനി ഈ വിശ്വാസപരമായ കാര്യങ്ങളുടെ സമർത്ഥന രീതിയിലും പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന സ്വഭാവങ്ങളിലും അവർക്കിടയിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ച് അശ്അരിയുടെ മറ്റൊരർത്ഥം അന അശ്അരി എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസപരമായ അഹ്ലുസുന്നയുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ അതിന്റെ പ്രാമാണിക വിശദീകരണത്തിൽ ഞാൻ അശ്അരി ഇമാമിന്റെ റൂട്ട് സ്വീകരിക്കുന്ന ആളാണ്. വിശ്വാസപരമായ കാര്യങ്ങളിലല്ല, അതിന്റെ ദലീലുകളുടെ സമർത്ഥനങ്ങളിൽ ഞാൻ ആരുടെ റൂട്ടാണ് സ്വീകരിക്കുന്നത്. ഇതാണ് ഖാദി അബൂബക്കർ അൽ-ബാഖില്ലാഹി റഹ്മത്തുള്ളാഹി അശ്അരിയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ ആ വിഷയത്തിൽ സമർത്ഥന രീതിയിലും പ്രാമാണിക വിശദീകരണത്തിലും മാതുരീദി ഇമാമിന് ചെറിയ വ്യത്യാസമുള്ള മറ്റൊരു റൂട്ടുണ്ട്. ആ റൂട്ട് സ്വീകരിക്കുന്നവരെന്ത് പറയും?
ഞാൻ മാതുരീദി. അപ്പൊ അശ്അരി എന്നതിനും മാതുരീദി എന്നതിനും ഞാൻ രണ്ടർത്ഥം പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. മൂന്നാമതൊരർത്ഥം വേണമെങ്കിൽ പറയാം, അവർക്കിടയിൽ ചില ഖിലാഫുള്ള ചില മസലകളുണ്ട്, അതും ലഫ്ലിയായ ഖിലാഫുകളാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഈമാൻ, മുഖല്ലിദിന്റെ ഈമാൻ സഹിയാണോ അല്ലേ. അവിടെ ഞാൻ രണ്ടർത്ഥം പറഞ്ഞു. ഷെക്കോട് കൂടി എനിക്ക് സഹിയല്ല, ജസുമാണെങ്കിൽ സഹിയാ, ഇത് തർക്കില്ല. അപ്പൊ ആ ഖിലാഫ് കിതാബിൽ ഒന്നിന് പറയാം ഇമാം മുഖല്ലിദിന്റെ ഈമാൻ സഹിയല്ല എന്നറിയാം, മറ്റേ പറയും ഇതൊരു ഖിലാഫ് ലഫ്ലിയായ ഖിലാഫാണ്. കാരണം സഹി അല്ല എന്ന് പറയുന്നത് ജസ്മില്ലാത്ത ഇടത്തേക്കാണ്, സഹി ആണെന്ന് പറയുന്നത് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മുഖല്ലിദിന്റെ ഈമാൻ സഹിയാണെന്നുള്ള രണ്ട് വിഭാഗം തമ്മിൽ ഖിലാഫില്ല. ജമുൽ ജവാമി തന്നെ നോക്കിയാൽ കാണാം. ജമുൽ ജവാമിൽ അവിടെ പറയുന്നുണ്ട് 3 ഖൗലനുസരിച്ചും മുഖല്ലിദിന് ജസ്മുണ്ടെങ്കിലോ മുഅ്മിനാണ്, അതിൽ തർക്കമില്ല. അപ്പൊ ഈ അശ്അരി മാതുരീദി തമ്മിൽ ചില വിഷയത്തിൽ ഖിലാഫുകൾ കാണും, ലഫ്ലിയായ ഖിലാഫാണ്. ചിലത് ചില ഫിഖ്ഹിയായ മസ്അലയിൽ നിന്ന് ഖിലാഫിലേക്ക് മടങ്ങുന്നതാണ്. അത്തരം വിഷയത്തിൽ ഞാൻ ഈ നിലപാടാണ് പൊതുവെ ഞാൻ പറയാം. ലഫ്ലിയായ ഖിലാഫാണെങ്കിലും അതാണ് ഞാൻ പറയില്ല, ആ അർത്ഥത്തിൽ ഞാൻ അശ്അരിയാണ്. അതാണ് മറ്റാൾ പറയില്ല, ആ അർത്ഥത്തിൽ മാതുരീദി. ഇപ്പൊ അശ്അരി മാതുരീദി ഞാൻ 3 വായന പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അശ്അരിയുടെയും മാതുരീദിന്റെ അർത്ഥം എന്താ? ഞാൻ സുന്നിയാണ്. കാരണം അശ്അരി ഇമാം ഒരു പുതിയ മദ്ഹബ് ഉണ്ടാക്കിക്കണോ? ഗവേഷണം ചെയ്ത് വിശ്വാസപരമായ എന്തെങ്കിലും ഒരു പുതിയത് കണ്ടെത്തിക്കണോ? ഇല്ല, ഒന്നുപോലും കണ്ടെത്തിയിട്ടില്ല. മാനഅലൈഹി വസഹബിലൂടെ ലഭിച്ച വിശ്വാസത്തിന്റെ തെളിവുകളും ബുദ്ധിപരമായ സമർത്ഥന രീതിയും അവിടുന്ന് സ്വീകരിച്ചു എന്ന് മാത്രം. അതാണല്ലോ ഉസൂലുദ്ദീനിലെ അർത്ഥം, ഇജ്തിഹാദിന്റെ അർത്ഥം. അപ്പൊ രണ്ടും പിന്നെ രണ്ടുപേരും എന്ന് ഞാൻ പറയുന്നത്, അത് ഒരു ഏരിയയിൽ മുബ്തദി അല്ലാന്ന് അഡ്രസ്സിന് എങ്ങനെ പറയും? അശ്അരി എന്നറിയും. മറ്റേ ഏരിയയില് രണ്ടാമത് ഞാൻ പറഞ്ഞ അർത്ഥം എന്താ? ദലീലുകളുടെ റൂട്ടിലും സമർത്ഥന രീതികളിലും ശൈലികളിലും ഞാൻ അശ്അരിയുടെ രീതിയാണ് സ്വീകരിക്കുന്നത്, അശ്അരിയാണ്. മറ്റൊരാൾ പറയും ഞാൻ അതിൽ സ്വീകരിക്കുന്നത് മാതുരിയാണ്. മൂന്നാമത് അർത്ഥം എന്താ? അവർ തമ്മിൽ ചില ഖിലാഫ് ലഫ്ലിയായ അല്ലെങ്കിൽ ചില ഖിശ്രിയായ അല്ലെങ്കിൽ ഫിഖ്ഹി മസ്അലയിലേക്ക് മടങ്ങുന്ന ചില ഖിലാഫുകളുണ്ട്. ആ ഖിലാഫുകളിൽ പൊതുവെ ഞാൻ എൻ്റെ ക്ലാസ്സിലും കിതാബുകളിലൊക്കെ ഈ പ്രയോഗമാണ് നടത്താറ്, അപ്പൊ ഞാൻ അശ്അരി എന്ന് പറയും. മറ്റൊരാ പ്രയോഗമാണ് നടത്താറ്, അപ്പൊ ഏതെന്നറിയും? മാതുരീദി അറിയും. അത് ജമ്മ് ചെയ്താൽ പിന്നെ അവിടെ അശ്അരി മാതുരീദി എന്നുള്ള ഖിലാഫൊട്ട് ഉണ്ടാവുകയുമില്ല. ഈ വിഷയം തന്നെ നമ്മുടെ കിതാബ് പറഞ്ഞ 2 ഇബാറത്ത് ഷർദിൽപ്പെടുത്തിയാൽ ഈ വിഷയം ഇവിടെ അവസാനിക്കല്ലേ. അത് നിങ്ങൾ കിതാബ് നോക്കിയാൽ മതി. ഇബ്നു അസാക്കിർ റഹ്മഹുള്ളയുടെ തബീനു കദിബിൽ മുഫ്തരി ഫീമാ നസബ ഇലൽ ഇമാം അബുൽ ഹസൻ അൽ-അശ്അരി അതിലങ്ങനെ പറയും, വലസ്നാ നുസല്ലിമു അന്ന അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ഇഖ്തറഅ മദ്ഹബൻ, മറിച്ച് വഇന്നമാ അഖാമ മിൻ മദാഹിബി അഹ്ലി സുന്ന മാ സോറ ഇൻദൽ മുബ്തദിഅത്തി ദാരിസ വലസ്നാ നൻതസിബു ബിമദ്ഹബിനാ ഫി തൗഹീദ് ഇലൽ അശ്അരി അലാ അന്ന മഅനാ അന്നനാ നുഖല്ലിദുഹു ഫീഹി. ഇമാം അശ്അരിയെ നമ്മൾ ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യും പോലുള്ള തഖ്ലീദ് അല്ല എന്നും ഇമാം അശ്അരി അവിടെ പുതിയ വിശ്വാസപരമായ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നും വിശദമായിട്ട് നിങ്ങൾ വഇന്നമാ യന്തസിബു ബിന്നാ മൻ ഇന്തസബ ഇലാ മദ്ഹബിഹി ലിയതമയ്യദ അനിൽ മുബ്തദിഅത്തി, മുബ്തദി അല്ല എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. തബീനു കദിബിൽ മുഫ്തരി ഫീമാ നസബ ഇലൽ ഇമാം അബുൽ ഹസൻ അൽ-അശ്അരി 36-ാം പേജ് നോക്കുക. അതേ ആശയം വളരെ വിശദമായി തബഖാത്തു ഷാഫിയിൽ കുബറ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഇബാറത്ത് വായിക്കാൻ സമയത്ത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. തബഖാത്തു ഷാഫി അൽ കുബറ 3-ാം വാള്യം 365-ാം പേജ്. അതുപോലെ ഇത്ഹാഫ് സാദത്തുൽ മുത്തഖീൽ ഇത്ഹാഫുൽ ഇമാം സുബൈദി വിശദമായി പറയുന്നുണ്ട് 2-ാം വാള്യം 7-ാം പേജ്. നമ്മുടെ ശറഅക്കായിദയുടെ തന്നെ തുടക്കത്തിൽ കാണാം, ഫസ്തഗന വമൻ തബിഅഹു ബിഇബ്താലി റഈൽ മുഅ്തദിലത്തി വഇസ്ബാതി മാ വറദ ബിഹി സുന്നത്തു വമളാ അലൈഹി സ്വഹാബത്തു ഫസുമ്മു അഹ്ല സുന്നത്തി വൽ ജമാഅ. ഇമാം അശ്അരി ചെയ്ത പണി മാ വറദ ബിഹി സുന്നത്തു വമളാ അലൈഹി സ്വഹാബത്തായ ആ വിശ്വാസങ്ങൾ സമർത്ഥിക്കാൻ രംഗത്ത് വരികയും അതിനെ തിരുത്താൻ വന്ന മുത്തദികളെ ഖണ്ഡിക്കുകയാണ് ചെയ്തത്. അല്ലാതെ വിശ്വാസപരമായ കാര്യങ്ങൾ പുതുതായി കണ്ടെത്തിയതല്ല. തൽക്കാലം വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. ഇബാർത്തുകൾ നിരവധി ഇതിലുണ്ട്. ഇബാർത്ത് കൂടുതൽ വായിക്കലല്ല ഈ ചർച്ചയിലെ മർമ്മമായി കണ്ടത്. ഇജ്തിഹാദ് തഖ്ലീദിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇവിടെയുള്ള ഏതായാലും വിശ്വാസപരമായ കാര്യങ്ങളിൽ തഖ്ലീദില്ല, നമ്മളൊക്കെ ഇജ്തിഹാദ് ചെയ്യാണ് വേണ്ടത് എന്ന നിലക്ക് നാം ഓരോരുത്തർ സ്വയം ബുദ്ധി കൊണ്ട് കണ്ടെത്തിയിട്ട് അത് അള്ളാഹുവിന്റെ സ്വപ്നെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെയല്ല എന്ന് പറയുന്നതിന് ഇസ്ലാമിൽ അംഗീകാരമില്ല. അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിശ്വസിക്കണം എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ റൂട്ടിലൂടെ തന്നെ വിശ്വസിക്കണം. അതിന്റെ ബുദ്ധിപരമായ തെളിവുകൾ കണ്ടെത്തുന്നതിന്റെ പേരാണ് ഇജ്തിഹാദ്. അൽഹംദുലില്ലാഹ്, വളരെ
വിശദമായി തന്നെ ഉസ്താദ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഫിഖ്ഹില് അതുപോലെ അഖീദയിലുമുള്ള ഇജ്തിഹാദ് എന്താണ്, തഖ്ലീദ് എന്താണ് ഉസ്താദ് തന്നെ എഴുതിയ വിശ്വാസപരമായിട്ടുള്ള ഹുക്മിന്റെ ദലീൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമ്പോൾ അതിന്റെ നേരെ എതിരാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് വരുന്നുണ്ടെങ്കിൽ എന്താണ്? ഓരോരുത്തർ പലരും ചിന്തിച്ച എവിടേക്കെങ്കിലൊക്കെ എത്തിയിട്ടുള്ള ഈമാനും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഇവിടെ ഇത്തിഹാദ് പറ്റൂല, ഹറാമാണ് എന്ന് വരെ ചിലർ പറഞ്ഞത്. തഖ്ലീദ് നിർബന്ധമാണ്, ഇത്തിഹാദ് പറ്റില്ല എന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ, 3 അഭിപ്രായം. അവരൊരു ന്യായം പറഞ്ഞത് അയ്ക്കൊക്കെ ചിന്തിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഓൻ്റെ ഉള്ള ഉറപ്പ് നഷ്ടപ്പെടും, ഓനെ ശരിയായ രൂപത്തിലേക്ക് എത്താൻ ചിലപ്പോൾ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഏതായാലും അതേസമയം ഇത്തിഹാദ് നിർബന്ധമാണ് എന്ന നിയമം ആർക്കാ ബാധകമായത്? അൽ ഖാദിറു അലൻ നളർ, ദലീൽ ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് അത് നിർബന്ധമുള്ളൂ. അല്ലാത്തവരും ഈ ശേഷിയുള്ളവർ പോലും നല്ല ഉറപ്പിച്ച് വിശ്വസിച്ചാൽ ആരാകും? മുഅ്മിനാവും. എന്നാൽ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി ആയിട്ടില്ല. ഒരാൾ ഇങ്ങനെ ഇത്തിഹാദൊക്കെ ചെയ്ത് ഓൻ അതിന് എത്തിയത് അതിന്റെ ശരിയായ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല, വിശ്വാസം ഉറപ്പിച്ചിട്ടുണ്ട്, തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല, എന്നാലും ആ മുഅ്മിനാണ്. ഏതായാലും ചിന്തിച്ചിട്ട് തെളിവ് കണ്ടെത്താൻ കഴിയാതെ വസ്വാസ് വന്നാൽ അവൻ നല്ല അതിന്റെ തെളിവ് ബോധ്യപ്പെടുത്താൻ തയ്യാറായ യോഗ്യനായ ഒരു ആലിമിനെ കണ്ടെത്തി പരിഹരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് വിശ്വാസരംഗത്ത് നല്ല ഉറപ്പിച്ചു വെച്ചാൽ അമലിയാത്ത് പോലെ എന്നും സുബഹിസ്കരിക്കും പോലെ ഒന്നും ചെയ്യാനുള്ള സംഗതിയല്ല അടിസ്ഥാന വിശ്വാസങ്ങൾ. അത് നന്നായിട്ട് ഉറച്ചു വിശ്വസിച്ച് വെച്ചാൽ അതിന്റെ പണി കഴിഞ്ഞാൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നുള്ളൂ. അതേസമയം വിശ്വാസപരമായ കാര്യത്തിൽ ശക്ക് വന്നാൽ, സംശയം വന്നാൽ, ആ സംശയം തീർക്കാൻ വേണ്ടി യോഗ്യരായ ആലിമീങ്ങളെ ബന്ധപ്പെട്ട് അത് തീർക്കൽ നിർബന്ധമാണ്. ഏതൊരാളുടെ വിശ്വാസത്തിന് വരുന്ന സംശയങ്ങളും തീർത്തു കൊടുത്ത് ഇസ്ലാമിക വിശ്വാസം അവനെ ബോധ്യപ്പെടുത്താൻ ശേഷിയുള്ള ആലിമീങ്ങൾ എന്നും ഉണ്ടാവൽ ഫർള് കിഫയാണ്. അപ്പൊ ഒരാൾ ഇത്തിഹാദ് ചെയ്ത് അവൻ ശരിക്കായ വിശ്വാസരായാലെന്നൊക്കെയുള്ള ചോദ്യം എത്രയും പെട്ടെന്ന് വിദഗ്ധനായ ഡോക്ടറെ സമീപിച്ച് പരിഹാരം കാണേണ്ടതാണ്. വിദഗ്ധനായ ഡോക്ടർ എന്നതിന്റെ അർത്ഥം ആ സംശയം തീർത്തു കൊടുക്കാൻ യോഗ്യനായ ആലിമിനെ കണ്ടെത്തി പരിഹരിക്കാൻ നിർബന്ധമാണ്. ചിലത് ലഫ്ലിയായ ഫർക്ക് ഉണ്ട് എന്ന് പറയല്ലോ, അത് ഫിഖ്ഹിലേക്ക് എത്തുന്ന ചില ഫർക്ക് ഉണ്ട്. അതിന് ചെറിയ ഉദാഹരണം വലിയൊരു വിഷയമാണ്. ഫിഖ്ഹിലേക്ക് ഉദാഹരണം പറയും. പിന്നെ അവർ നിർബന്ധമുണ്ടോ ഇല്ലേ? ഉറച്ച വിശ്വാസം ഉണ്ടായാൽ മുഅ്മിനാണെന്നതിൽ തർക്കമില്ല. ഉറച്ച വിശ്വാസം അവനുണ്ടായാലോ മുഅ്മിനാണ് എന്നതിൽ ഖിലാഫില്ല. പക്ഷെ അഖീദയിലോ ഖുദ്റത്തുള്ള ആളുകൾ ഇത്യാദിയിൽ നിർബന്ധമുണ്ട് ഇല്ല എന്ന് പറയുന്ന ഉജൂബ് സത്യത്തിൽ ഫിഖ്ഹിയായ മസലയിൽപ്പെട്ടതാണ്. അത് ഉജൂബുണ്ടോ ഇല്ലേ, ഉജൂബുണ്ടോ ഇല്ലേ, ഖുദ്റത്ത് നേരത്തെ ഞാൻ പറഞ്ഞ വാക്യട്ടോ, വിശ്വാസപരമായ കാര്യങ്ങളുടെ ബുദ്ധിപരമായ തെളിവ് ചിന്തിച്ച് കണ്ടെത്താൻ കഴിയുന്ന പേരാണ് മുജ്തഹിദ്. അങ്ങനെ ഖുദ്റത്തുള്ള ആളുകൾ അത് ചിന്തിച്ച് കണ്ടെത്തൽ നിർബന്ധം ഉണ്ട്, നിർബന്ധം ഇല്ല. ഇതിപ്പോ ഒരു ഫിഖ്ഹിയായ മസലയാണ് സത്യത്തിൽ. കാരണം കണ്ടാലും കണ്ടെത്തിയില്ലെങ്കിലും കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ ആളാരാണ്? അപ്പൊ ചിലത് ഫിഖ്ഹിലേക്ക് മടങ്ങും, ധാരാളം ഖിലാഫ് ലഫ്ലിയാണ്. ഇജ്തിഹാദിലൂടെ കൃത്യമായ ദലീലുകൾ കണ്ടെത്തിയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇതിൽ യാതൊരു ചിന്തയും കൂടാതെ തഖ്ലീദ് ചെയ്തുകൊണ്ട് വിശ്വസിക്കുന്ന ഒരാൾ. അപ്പൊ രണ്ടാളുടെ ഈമാനും ഒന്ന് കൃത്യമായ ദലീലുകളോടുകൂടി അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളും, എന്നാൽ എന്താണോ കേട്ടത് അത് അപ്പടി വിശ്വസിച്ച് അതിന് പ്രത്യേക സംശയങ്ങളൊന്നും ഇല്ല. അപ്പോൾ രണ്ടാളുടെ ഈമാനും 2 കാറ്റഗറിയിലാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അമലുകൾ തമ്മിൽ തഫാവത്തുണ്ടാവും. അതേതായാലും മർമ്മത്തെ ബാധിക്കുന്ന വിഷയമല്ല. രണ്ടാളും ഉറച്ച ഈമാനും വിശ്വാസമുണ്ട്. പഠിച്ചവന്റെ തൗഫീഖ് കൊണ്ട് രണ്ടാളും മുഅ്മിനീങ്ങളാണ്. ആ രണ്ടിൽ ഒരാൾ പേരും ഖുലൂദും ഫിന്നാർ, രണ്ടിൽ ഒരാൾക്ക് പോലും ഉണ്ടാകൂല. രണ്ടാൾക്കും ഖുലൂദും ഫിൽ ജന്ന ഉണ്ടാകും. പിന്നെ ഇജ്തിഹാദ് നിർബന്ധമാണ് എന്ന വീക്ഷണ പ്രകാരം ഖുദ്റത്തുണ്ടായിട്ട് അത് നടത്താത്ത ആൾ ആ വാജിബ് ഉപേക്ഷിച്ച് എന്നതിന്റെ പേരിൽ ഈ ആസിമാവും ശിക്ഷാർഹനാവും എന്നൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ചോദ്യം എന്താ? ഒരാൾ ഇജ്തിഹാദൊക്കെ ചെയ്തെന്നാ ലഭിച്ച വിശ്വാസപരമായ കാര്യത്തിന് തെളിവുകളൊക്കെ നന്നായി കണ്ടെത്തി അത് മനസ്സിലാക്കുന്നു. ഒരാൾ ഉറച്ചു വിശ്വസിക്കുന്നത് തെളിവ് കണ്ടെത്തിയിട്ടില്ല. രണ്ടാളും ഒരുപോലെയാണോ എന്ന ചോദ്യം. ഞാൻ പറയാം, അവർക്കൊക്കെ ഒരുപോലെ അള്ള വലിയ 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 കൂലി രണ്ടാൾക്കും കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. രണ്ടാൾക്കും അള്ള വലിയ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. രണ്ടാളും മുഅ്മിനാണ്, രണ്ടാളും ഖാലിദുൻ ഫിൽ ജന്നയാണ്. ആരും
നരകത്തിൽ ശാശ്വത ശിക്ഷക്ക് അർഹരല്ല. ഇതോടുകൂടി മർമ്മം ചെയ്യുന്നു. ഇനി പോലും അവിടെ വലിയ സ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടോ അല്ലേ? അപ്പൊ നമ്മൾ വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും വലിയ സ്ഥാനം അവ കൊടുക്കട്ടെ, നമ്മളെന്ത് വരയ്ക്കും. അതേസമയം നിങ്ങളാ പറഞ്ഞ തക്ലീദിലൂടെ വിശ്വസിച്ച ആള് മുഅ്മിനല്ലേ? മുഅ്മിന. അവന് നളറ് നടത്താനും ദലീല് കണ്ടെത്താനും ശേഷി ഉണ്ടായിട്ട് കണ്ടെത്താതിരുന്നവനാണെങ്കിൽ ഇജ്തിഹാദ് നിർബന്ധമാണെന്ന അഭിപ്രായം അനുസരിച്ച് അവന് ഇസ്മ വരുമെന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വാജിബിനെ തീർക്ക് ചെയ്ത ഇസ്മ. അതിലപ്പുറം ഒരു അമലും നിലവാര വ്യത്യാസം ഉണ്ടോ അല്ലേ? ആഖിറത്തിൽ ഒരേ സീറ്റാണോ ലഭിക്കാതെ നമ്മൾ വിഷയാക്കണ്ട. പരമാവധി ആഖിറത്തിൽ എല്ലാവർക്കും ഉന്നത ദർജ കിട്ടാൻ നമ്മൾ ദ്വാരക്കുക.